പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ല മെന്റർ ഉണ്ടാവണം, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത് മനസ്സിലാവണം, നിങ്ങളുടെ ടീമിൽ നിന്ന് ആരെയൊക്കെ ക്വാളിഫൈ ചെയ്യാന്ന് മനസ്സിലാവണം. പേഴ്സണലായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ്സിലൂടെ, ഒരു നല്ല മൊബൈലോ നല്ലൊരു കാറോ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ്സിലൂടെ അവിടെ വരാൻ പറ്റുന്ന ലെവലിലേക്ക് നിങ്ങളെ ഉയർത്തണം. അത് പ്രധാനപ്പെട്ട കാര്യം. സോ റീഇഗ്നൈറ്റ് യു, അതാണ് എനിക്ക് നിങ്ങൾ പറയാനുള്ളത്. നിങ്ങളെ തന്നെ നിങ്ങൾ ഒന്നുകൂടെ റീഇഗ്നൈറ്റ് ചെയ്യണം. നിങ്ങൾ ഒന്നുകൂടെ നിങ്ങളെ ആളെ കത്തിക്കണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ. സോ ആർ യു ഇഗ്നൈറ്റഡ്? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇഗ്നൈറ്റഡ് ആണോ എന്നുള്ളതാണ്. സോ മൈ ലൈഫും SPG എന്നുള്ള നല്ലൊരു കോമ്പിനേഷൻ, ഒരു സംശയവും വേണ്ട. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും നല്ല അടിത്തറയുള്ള ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചത് സക്സസ്ഫുള്ളി ഗ്ലോബലിന്റെ നിരന്തരമായ പ്രവർത്തനം കൊണ്ടാണ്. നമ്മളെ ലീഡേഴ്സ് ഓരോരുത്തരും, ഈ ബിസിനസ് ഇരിക്കുന്ന TC ആൻഡ് അബോ ഉള്ള എല്ലാവരും അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവരെ ഓരോരുത്തരെ ഞാൻ ഈ സമയത്ത് അപ്രീഷിയേറ്റ് ചെയ്യണം. വേറെ ഒന്നുമല്ല, നമുക്ക് ശരിക്കും ഇന്ന് മൈ ലൈഫിന് പോലും മാതൃകയായ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ ആണ്, പക്ഷേ പവർഫുൾ ആണ്, അൺബിലീവബിൾ. കാരണം നമ്മളിപ്പോഴും, നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഇന്ന് കേരളത്തിൽ നടക്കുന്ന ബിസിനസ് നല്ലൊരു ശതമാനം 1 ലക്ഷം 2 ലക്ഷം രൂപയുടെ പ്രൊമോഷൻ നടത്തിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 1 ലക്ഷം രൂപയുടെ ബിസിനസ് ആരെക്കൊണ്ടെങ്കിലും ജയിപ്പിച്ചു, ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പറയാം നമ്മൾ ആരും ജയിപ്പിച്ചിട്ടില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, അങ്ങനെ പോലും ചെയ്യാൻ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള രീതികൾ, അതായത് ലീഡർഷിപ്പിൽ കൂടെ, ഹെൽത്തും വെൽനസിൽ കൂടെ പവർഫുൾ ആയിട്ടും അൺബിലീവബിൾ ആയിട്ടുള്ള ഗ്രോത്ത് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ 1 ലക്ഷം രൂപയുടെ ഐസ് പോയിന്റുകളൊക്കെ നമ്മൾ പഴയ കാലത്തൊക്കെ തുടങ്ങി, അതൊക്കെ നമ്മൾ നല്ല രീതിയിലും ശരിയായ രീതിയിൽ നിങ്ങളെ പുഷ് ചെയ്ത് പോയിരുന്നെങ്കിൽ നമ്മളിപ്പോ WTC കഴിഞ്ഞ് UTC ആയി പോകാൻ ഓരോർക്കും. പക്ഷെ നമുക്കറിയാം അത് മാർക്കറ്റിൽ ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്ട് നമുക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യാത്തതാണ്. ഇപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത കാര്യം വെച്ചാൽ അതുപോലെ തന്നെ ഇമ്പാക്ട് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ്. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് സക്സസ്ഫുള്ളിയെ പോലെ ഒരു വലിയൊരു ഓർഗനൈസേഷൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. മൈ ലൈഫ് സ്റ്റൈൽ പോലത്തെ ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബാക്കിയുള്ള പല കമ്പനികളുടെയും ടേൺ ഓവറുകൾ എല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ കേരളത്തിലെ മൈ ലൈഫിന്റെ ടേൺ ഓവർ ഇപ്പൊ കാണുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവരാണ്, അതാണ്, ഇതാണ്, പുതിയ കമ്പനികളൊക്കെ വരുന്നുണ്ട്. അതിനകത്ത് വരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ID തരാം, ഇന്ത്യയിലെ ആദ്യത്തെ ID, അല്ലെ നിങ്ങളുടെ 1 ലക്കം മുഴുവൻ നമുക്ക് ഭയങ്കര ലക്കായിരിക്കും. 100 കണക്കിന് 10,000 കണക്കിന് ആൾക്കാരുണ്ടാവും. ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനായിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ചു. നമ്മളൊരു ഓൺലൈൻ കണക്ട് ചെയ്താണ്. അങ്ങനെ നേരത്തെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആംബേ ബിസിനസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ് വേറെ നെറ്റ്വർക്കിലുണ്ട്. ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് ഒരു നെറ്റ്വർക്ക് ഇന്ത്യയിൽ വരുന്ന, കൊറിയയിൽ വരുന്ന നെറ്റ്വർക്കിനകത്ത് ചെയ്തു. അതിന്റെ കാരണം എന്താ വെച്ചാല്, പുള്ളിയെ സ്പോൺസർ ചെയ്തൊരു കൊറിയക്കാരനാണ്. ഇന്ത്യയിലെ കീ ലീഡറായിട്ടാണ് പുള്ളിയെ കാണുന്നത്. തിരൂരുകാരനാ, പേടിക്കണ്ട, ഇന്ത്യയിലെ കീ ലീഡറായിട്ടാണ് പുള്ളിയെ കാണുന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചു പോയി, കൊറിയക്കാരൻ സ്പോൺസർ ചെയ്തിട്ട് ഇയാൾ എന്ത് ചെയ്യാൻ? അവന് ഇംഗ്ലീഷ് അറിയത്തില്ല, എന്താ ചെയ്യാൻ പോയത്? കൊറിയൻ ഭാഷ അറിയത്തില്ല. അപ്പൊ ഞാൻ കൊറിയനൊക്കെ പഠിക്കുന്നുണ്ടോ? ഒന്നുമില്ല സാറേ, ഞങ്ങൾ വലിയൊരു പ്ലാൻ ഉണ്ടാക്കി. നമുക്കറിയാം, ഞാൻ പേര് പറയുന്നില്ല. ഒരു 2 മാസം കഴിയുമ്പോൾ ഞാൻ മിക്കവാറും പുള്ള പേര് പറയേണ്ടി വരും. കാരണം ആ ലെവലിലാണ്. പൊട്ടത്തരം കാണിക്കാൻ നമ്മുടെ നാട്ടുകാർ എപ്പോഴും മിടുക്കന്മാരാണ്. നമ്മുടെ നാട്ടുകാർ ഭയങ്കര മിടുക്കന്മാരാണ്. സോ നിങ്ങൾ പ്രിപ്പയർ ടു വിൻ, ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ബിസിനസ് തന്നെ നമുക്ക് ധാരാളമാണ് വിജയിക്കണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഈ ബിസിനസ്സിനകത്ത് ചില ആൾക്കാർ, ഞാൻ കുറെ നാളായി ബിസിനസ് വന്നു, 1 വർഷമായി, 2 വർഷം, കണക്ക് പറയുന്ന ഒത്തിരി പേര്. കണക്ക് പറയണ്ട എന്ന് ഞാൻ പറയുന്നില്ല, കണക്കൊക്കെ പറയുന്നത് നല്ലതാണ്, കണക്ക് എപ്പോഴും അറിയുന്നതല്ല. പക്ഷെ എപ്പോഴും പറയുമ്പോൾ, കണക്ക് പറയുമ്പോൾ ഒരു കമ്പാരിസൺ. ഒരു ഡോക്ടറോ എഞ്ചിനീയറോ 5 മുതൽ 7 വർഷം എടുക്കും ഒരു ഡോക്ടർ ആകാൻ, 4 മുതൽ 6 വർഷം എടുക്കും ഒരു MTech-കാരനാകാൻ, അല്ലെ? 4 വർഷം BTech, 2 വർഷം MTech. 10 വർഷം, അതായത് പ്രിപ്പറേഷൻ 10ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് മുതൽ 10 വർഷം 12 വർഷം എടുക്കും ഈ സാലറി ലെവലിൽ എത്താൻ. ഇത് കഴിഞ്ഞാൽ സാലറി എത്ര കിട്ടുക? 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ. ഒരു നല്ല ഡോക്ടർക്ക് തുടക്കത്തിൽ 1 ലക്ഷം രൂപ സാലറി കിട്ടിയാൽ, അല്ലെങ്കിൽ നല്ല ഹോസ്പിറ്റലിൽ കുറച്ചുകൂടെ ആണെങ്കിൽ 1.5 ലക്ഷം MD എടുത്താൽ 1.5 ലക്ഷം കിട്ടാം. നല്ലൊരു സ്ഥാപനത്തിൽ എഞ്ചിനീയർ ആയിട്ട് കിട്ടിയാൽ 1 ലക്ഷം രൂപയുടെ ഒക്കെ സാലറി കിട്ടാം. ഇൻഫോസിസിലൊക്കെ ആണെങ്കിൽ 70,000 രൂപയാണ് നല്ലൊരു സാലറി ആയിട്ട് തുടങ്ങുന്നത്. 70,000 രൂപ 60,000 രൂപയൊക്കെയാണ്. 1.5 ലക്ഷം ഒക്കെ കുറെ കാലം കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക, മാക്സിമം കിട്ടും. അപ്പൊ ഇതിനു വേണ്ടി ചെലവാകുന്ന എന്താണ്? എത്ര വർഷമാണ്? 10 വർഷം. എന്തുമാത്രം എഫേർട്ട് ഉണ്ട്, എന്തുമാത്രം പഠിക്കണം. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്, അറിയാം അല്ലെ? ഇവിടെയോ നമ്മുടെ ബിസിനസിന്റെ പൊട്ടൻഷ്യൽ നോക്കിയാല്, നമ്മുടെ ഒരു RTC 2 ലെഗിലും നല്ല തിരക്കേടില്ലാതെ 10 ലീഡേഴ്സ് ഉള്ള RTC ആണെങ്കിൽ 1 ലക്ഷം രൂപ വരുമാനം ഉണ്ടാവുന്നുണ്ട്. നല്ലൊരു സ്ട്രക്ചർ ഉള്ള ഒരു NTC ആണ് 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ മാസം വരുമാനം ഉണ്ടാവും. ഒരു CTCക്ക് 2 to 3 lakhs ഉണ്ട്. നമ്മുടെ ടീമിൽ CTCക്ക് 3 lakhsന് മുകളിൽ വരുമാനമുണ്ട് മാസത്തില്. ITCക്ക് 5 to 10 lakhs വരുമാനം കിട്ടും. കണ്ടിന്യൂസ് സീലിംഗ് ആണ് 8.4 lakhs. എത്ര സമയം എടുക്കും? എത്ര സമയം എടുത്താലും നഷ്ടമാണോ? 8 ലക്ഷം രൂപ ഒരു മാസം എന്ന് പറഞ്ഞാല്, നിങ്ങളെ കൊച്ച് ഡിഗ്രിക്ക് പഠിക്കുന്ന കൊച്ച് ഡോക്ടറായിട്ടോ അല്ലെ എഞ്ചിനീയർ ആയിട്ടോ അല്ലെ മറ്റേതെങ്കിലും ആണ്, ആ കൊച്ച് എത്ര വർഷം ജോലി എടുത്താലും കിട്ടും. നമ്മൾ എപ്പോഴെങ്കിലും കമ്പയർ ചെയ്യുന്നുണ്ട്. ഈ ബിസിനസ്സിനകത്ത് ഞാൻ കുറച്ചു നാളായി നിർത്തിപ്പോകുന്നു പറഞ്ഞ ആൾക്കാർ എനിക്ക് കേൾക്കുമ്പോൾ ചിരിയാണ്. കാരണം എന്താണ്? നമ്മുടെ ബിസിനസ്സിനകത്തുള്ള പൊട്ടൻഷ്യൽ മനസ്സിലാകാതെയാണ് നമ്മൾ ഈ സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബിസിനസ്സിനകത്തുള്ള പൊട്ടൻഷ്യൽ മനസ്സിലാകാതെ, ഇതിനകത്ത് ഇത്രയും സാധ്യതയുള്ള ഒരു ബിസിനസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് 1 ലക്ഷം 2 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാനായിട്ട് ചിലപ്പോൾ 1 വർഷം 2 വർഷം 3 വർഷം ചിലപ്പോൾ എടുത്തേക്കാം എന്നും മനസ്സിലാക്കാതെ വെറുതെ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനകത്ത് നമ്മൾ അതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ നിർത്തിപ്പോകുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിർത്തിപ്പോകുന്ന ആൾക്കാരെല്ലാം നിസാര കാര്യം പറഞ്ഞ് നിർത്തിപ്പോലും. ഞാൻ ഉദ്ദേശിച്ച സമയത്ത് ടീം ബിൽഡ് ചെയ്തില്ല.
പണിയെടുത്തിട്ടുണ്ടോ എന്നുള്ളത് അപ്രസക്തമാണ്, പക്ഷെ ടീമായില്ല, അതാണ്. സോ ടൈം ടേക്കൻ എത്രയാണ്? ഒരു ആവറേജ് RTC ആയ 2 to 3 years. ഒരു നല്ലൊരു RTC ആകാനായിട്ട് ഞങ്ങളൊക്കെ 6 മാസം എടുത്തുള്ളൂ, പക്ഷെ 2 മുതൽ 3 വർഷം എടുത്തു എന്ന് ഞാൻ നോക്കാം. NTC 2 മുതൽ 4 വർഷം എടുത്തു എന്ന് നോക്കാം. ITC 5 to 6 years. ഇനി ഇതിന്റെ എല്ലാം 2 വർഷം കൂടെ കൂട്ടിയാലും നഷ്ടമൊന്നുമില്ല. ഒരു ITC ആകുമ്പോൾ നിങ്ങളുടെ ടോട്ടൽ ഇൻകം 1,20,00,000 എന്തായാലും ഉണ്ടാവും, ചിലപ്പോൾ ഒരു 1.5 കോടി വരെ ഉണ്ടാവും. പെർഫോമൻസ് ബോണസും ലോയൽറ്റി ഒക്കെ ഇടയ്ക്ക് കിട്ടുമല്ലോ. ഒരു 1.5 കോടി രൂപ വരുമാനമാണ് നിങ്ങൾ ITC ആകുന്നത്. ഇനി 6 വർഷം കൊണ്ടാണ് നിങ്ങൾ ITC ആകുന്നത് നോക്കാം. ടോട്ടൽ ഇൻകം 1.3 crores ആണെന്ന് വെച്ചാൽ പോലും ശരാശരി മാസ വരുമാനം 1.8 lakhs ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് ഒരു വരുമാനം ഇല്ലായിരുന്ന മാസത്തെ വരുമാനം പോലും അന്ന് അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ എല്ലാം ലാസ്റ്റ് കിട്ടും. 10 വർഷം കൊണ്ടാണ് നിങ്ങൾ ITC ആകുന്നത്. ജോയിൻ ചെയ്ത് 10 വർഷം, അതായത് 2020 ജോയിൻ ചെയ്തു, 2030 നിങ്ങൾ ITC ആകാൻ വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് 1 ലക്ഷത്തിന് മുകളിൽ 1.1 lakh 1.2 lakhs ഇൻകം നിങ്ങൾക്ക് എല്ലാ മാസവും വരുമാനം ഉണ്ടായിരുന്നു. ജോയിൻ ചെയ്ത മാസം മുതലുള്ള വരുമാനം, അതായത് ഈ 120 മാസം കൊണ്ട് നിങ്ങൾക്ക് 1,20,00,000 വരുമാനം കിട്ടാനുള്ള വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കാം. തന്നെയല്ല, ഇത് ബിസിനസ് ഇൻകം ആയതുകൊണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ടാക്സ് സേവിങ്സ് ഒത്തിരി ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറയാറുണ്ട്, കഴിഞ്ഞ ദിവസം ഇന്നലെ ഇവിടെ ഒരു ബാങ്ക്, ഞങ്ങളുടെ തൊട്ട് താഴെ ഒരു ബാങ്ക് ഉണ്ട്, ICICI ബാങ്കിന്റെ ഒരു ബ്രാഞ്ച് ഉണ്ട്. അതിന്റെ റീജിയണൽ മാനേജർ ഒരാൾ വന്നപ്പോൾ എന്റെ അടുത്ത് വന്നു. ഞാൻ അവിടെ ഒരു എന്തോ വെൽത്ത് അക്കൗണ്ട് ഉള്ളതെന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്ക് അവിടെ അക്കൗണ്ട് ആക്റ്റീവ് അല്ല. പക്ഷെ എന്റെ അക്കൗണ്ട് വെൽത്ത് അക്കൗണ്ട് ആണ്, അവിടെ ഏറ്റവും കൂടിയ അക്കൗണ്ട് ആണെന്ന് പറഞ്ഞാൽ വന്നത്. ഞാൻ എന്നെ അങ്ങോട്ട് വരാത്ത, എനിക്ക് വരാനുള്ള താല്പര്യമില്ല. പക്ഷെ അങ്ങേരുമായിട്ട് സംസാരിച്ച സമയത്ത് അങ്ങേര് ഇത് പറയാം, ഇങ്ങനെ ലോണിന്റെ കാര്യം. അപ്പൊ ഞാൻ കണക്കൂട്ടി കാണിച്ചു കൊടുത്തു എന്റെ ജാഗോറിന്റെ റണ്ണിങ് കോസ്റ്റ്. അതായത് ജാഗോറ പോലത്തെ കാർ ഞാൻ ഓടിക്കുന്നത്, ഞാനൊരു എംപ്ലോയി ആയിരുന്നെങ്കിൽ ഒരു കിയയുടെ കൂടിയ വണ്ടിയില്ല സെൽടോക്സ്, ഒരു 30 ലക്ഷം രൂപയുടെ വണ്ടി ഓടിക്കുന്ന അതേ എഫക്റ്റിലാണ്, അത്രയും എഫേർട്ട്, അത്രയും ബാധ്യത എനിക്ക് വരുന്നുള്ളൂ 90 ലക്ഷം രൂപയുടെ ഒരു ജാഗോർ ഓടിക്കാൻ. എന്താണെന്നറിയോ? ബാക്കി മുഴുവൻ ഡിപ്രീസിയേഷനും വണ്ടിയുടെ ലോണിന്റെ ഇൻട്രസ്റ്റും വണ്ടിയുടെ ചെലവും ഒക്കെ എക്സ്പെൻസ് ആണ്, എല്ലാം എക്സ്പെൻസ് ആണ്. ഞാനൊരു ഡീസൽ, നിങ്ങളൊരു ബിസിനസ്, നിങ്ങൾ ഓരോരുത്തർ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾ പെട്രോളോ ഡീസലോ അടിച്ചാൽ അത് എക്സ്പെൻസ് ആണ്. അത് കണക്കൂട്ടി വെക്കുക, എടുത്തു വെക്കുക. ഹോട്ടലിൽ നിന്ന് ചായ കുടിക്കുന്ന ബില്ല് എടുത്ത് വെക്കുക. ഇതെല്ലാം നിങ്ങളുടെ എക്സ്പെൻസ് ആണ്. നിങ്ങൾ ലാപ്ടോപ്പ് മേടിക്കുന്നതിന് ബില്ല് വെക്കുക, നിങ്ങൾക്ക് എക്സ്പെൻസ് കിട്ടും. അതിനകത്ത് ഇൻകം വരുമ്പോൾ നിങ്ങൾക്ക് ടാക്സ് സേവിങ്സ് കിട്ടും. ഇപ്പം ടാക്സ് സേവിങ്സ് വേറൊരു കാര്യമാണ്. എംപ്ലോയിക്ക് എപ്പോഴും 30%, 33% ലതയ്ക്ക് സാലറി ഉണ്ട്. ലതയുടെ സാലറിന്ന് ശരാശരി ലത 30% ടാക്സ് കൊടുക്കുന്നുണ്ട്. 28% ഒക്കെ കഴിഞ്ഞ ദിവസം കണക്കൂട്ടി പറയുന്നുണ്ട് ടാക്സ് കൊടുക്കുന്നുണ്ട്. കാരണം 1.5 ലക്ഷം രൂപ സാലറി കിട്ടിയാൽ അതിനകത്ത് 30% എത്ര വരും? 1 ലക്ഷം രൂപയാണ് വീട്ടിൽ കിട്ടുക. അതേ സമയത്ത് 1.5 ലക്ഷം രൂപ ബിസിനസ് ഇൻകം ആണെങ്കിൽ 1.25 ലക്ഷം, 1,40,000 രൂപ വീട്ടിൽ കിട്ടും. അപ്പൊ ഇത് വേറെ ലെവലാണ് ഈ ബിസിനസ്. ഇതൊന്നും മനസ്സിലാക്കാതെ ബിസിനസ്സിനകത്ത് കുറെ പേര് വന്നു, അവർ ജോയിൻ ചെയ്തില്ല, വർക്ക് ചെയ്തില്ല എന്ന് നിർത്തി പോകുന്ന ഒത്തിരി പേര് എനിക്കറിയാം. എന്നിട്ട് ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യാനോ ബിസിനസ് ചെയ്യാനോ ഒരു മടിയില്ല. ഏതെങ്കിലും പ്രയോജനം ഇല്ലാത്ത ഒരു ബിസിനസ്സിനകത്തോ ജോലിക്കകത്തോ കയറി 10,000-30,000 രൂപ ശമ്പളത്തിന് വേണ്ടി ഇങ്ങനെ പണിയെടുക്കുന്ന ഒത്തിരി പേര് എനിക്കറിയാം. അവിടെ അത് കിട്ടും, പെൻഷൻ കിട്ടും എന്ന് പറഞ്ഞ ജോലി ചെയ്യുന്ന ആൾക്കാർ വേറെയാണ്. ഓൾവേസ് റിമെമ്പർ, ടൈം ഈസ് മണി. സമയമാണ് പൈസ. സമയമാണ് പൈസ. ടൈം വേസ്റ്റഡ് ഈസ് ഓപ്പർച്യൂണിറ്റി ലോസ്റ്റ്. സമയം നഷ്ടപ്പെടുത്തിയാൽ ഓപ്പർച്യൂണിറ്റി, അവസരം നഷ്ടപ്പെട്ടതിന് ഈക്വലന്റ് ആണ്. സോ സമയം നഷ്ടപ്പെടുത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, യു ആർ ലൂസിങ് യുവർ ഓപ്പർച്യൂണിറ്റി. അതായത് 10 വർഷം കൊണ്ട് ITC ആയാലും ഒരു മാസം 1 ലക്ഷം രൂപ കിട്ടുമെങ്കിൽ നിങ്ങൾ 15 വർഷം കൊണ്ടായാലും അത്രയും പൈസ കിട്ടുള്ളൂ. അതുകൊണ്ട് സമയം നഷ്ടപ്പെടുത്താതെ പെട്ടെന്ന് ചെയ്യുക. ഒരു ജീവിതത്തിൽ എപ്പോഴും ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുക. മുന്നോട്ട് പോയാൽ പുറകോട്ട് വരാത്ത ഒരു കാര്യമാണ് പ്രായം. അത് മുകളിലോട്ട് പോയാൽ താഴോട്ട് വരത്തില്ല, അറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രായം കൂടുന്തോറും നിങ്ങളുടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ കൂടണം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റീവ് ആകണം. ഈ ബിസിനസ് ഇപ്പോൾ നല്ലൊരു സാധനം വേറെ ഇല്ലാന്ന് ഞാൻ പറയും. നല്ല ഫ്യൂച്ചർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണം. അത് നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ബി എ മൊമെന്റം ക്രിയേറ്റർ. മൊമെന്റം ഉണ്ടാകണം. നിങ്ങളെല്ലാം ലീഡേഴ്സ് ആണ്. നിങ്ങളുടെ ടീമിനെ നയിക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ടീമിൽ ഇപ്പൊ ആക്റ്റീവായിട്ട് ആരും ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളുടെ ടീമിൽ 10, 20, 50, 100 പേരുണ്ടാവും. പക്ഷെ ആ ടീമിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ആരും ഇല്ലെങ്കിൽ എങ്ങനെ ഒരു ടീമിനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ജോയിൻ ചെയ്ത് ആരെങ്കിലും നിങ്ങളോട് ഉണ്ടെങ്കിൽ അവരെ എങ്ങനെ നിങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യാം, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൊമെന്റത്തിന്റെ ഫിസിക്സിലെ ഡെഫിനിഷൻ ആണ് മാസ് ഇൻടു വെലോസിറ്റി, P=mv. അത് ഫിസിക്സ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. മാസ് ഇൻടു വെലോസിറ്റി, അതായത് ആൾക്കാരും വേണം, സ്പീഡും വേണം. മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പീപ്പിൾ ഇവിടെ നമ്മുടെ ബിസിനസ്സിൽ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി. ഇത് രണ്ടും വേണം. മാസ് ഇൻടു വെലോസിറ്റി ആണ് നമ്മുടെ മൊമെന്റം എന്ന് പറഞ്ഞാല്. അതുകൊണ്ട് ഈ ബിസിനസിന്റെ ബേസിക് കാര്യങ്ങൾ പഠിക്കാം. സോ കീ പോയിന്റ് ഈസ് ബിൽഡിംഗ് ദ നെക്സ്റ്റ് ലെയർ ലീഡേഴ്സ് ഇൻ യുവർ ടീം. അതാണ് ഏറ്റവും മൊമെന്റം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഒരാൾ മാത്രം വിചാരിച്ച കാര്യമില്ല. നമ്മളെ പോലെ ഒരുമിച്ച് ചിന്തിക്കുന്ന, ഒരുപോലെ ചിന്തിക്കുന്ന, ഒരേ ലക്ഷ്യത്തിന് വേണ്ടി യാത്ര ചെയ്യുന്ന കുറെ അധികം ആൾക്കാർ നമ്മൾ വേണം. അതിനാണ് നമ്മൾ അടുത്ത ലെയർ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. നിങ്ങളുടെ ടീമിലുള്ള
നിങ്ങൾ ഇപ്പോൾ ആക്റ്റീവ് ഉള്ള ആൾക്കാരെ മുഴുവൻ നിങ്ങൾ ഫോക്കസ് ചെയ്യിക്കണം അടുത്തൊരു വലിയ ഗ്രോത്തിലേക്ക്. അടുത്തൊരു ലെയർ ലീഡറിനെ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ ഓർഗനൈസേഷൻ 1ലും 2ലും മിനിമം ഒരു 5 ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പൊ അതിൽ കൂടുതലുള്ള STCയിലോ DTCയിലോ ഒക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് അതിൽ കൂടുതലുണ്ടാകും. പക്ഷെ അവർ എന്തുമാത്രം ഇൻഡിപെൻഡന്റ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് ആൾക്കാർ വരുമ്പോഴാണ് നിങ്ങൾ ബെറ്റർ ആവുക. നിങ്ങളെ ഓരോ ടീമിലും ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്തുനിന്ന് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെക്കാളും എന്നെക്കാളും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. അതൊരു ആക്ടിവിറ്റിയാണ്, എന്താ പറയുക, അതൊരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനം 5 ലീഡേഴ്സിനെങ്കിലും ഓർക്ക് 1ലും 2ലും ഇൻഡിപെൻഡന്റ് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്താലേ നിങ്ങൾക്ക് നല്ല ലെവലിൽ എത്താൻ പറ്റും. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആണോ? നിങ്ങളൊരു സെൽഫ് സ്റ്റാർട്ടർ ആണോ? നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ മീറ്റിംഗിൽ കയറുന്ന ആരെങ്കിലും പറഞ്ഞിട്ടാണോ? അതോ ആരെങ്കിലും നിങ്ങളെ റിമൈൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടോ? അതിനേക്കാളുപരി നിങ്ങൾ കാര്യങ്ങൾ തന്നെ എടുത്ത് ചെയ്യുന്നുണ്ടോ? ഒരു സ്ഥലത്ത് പ്ലാൻ കാണിക്കാനായിട്ട് നിങ്ങൾ മറ്റൊരാളെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് അങ്ങ് പോയി കാണിച്ചൂടെ? എന്തിനു നിങ്ങൾ വെയിറ്റ് ചെയ്യണം? നിങ്ങൾ തന്നെ കാര്യങ്ങൾ, അതോ അപ്ലൈ വന്നാലേ, ചില ആൾക്കാരുണ്ട് അപ്ലൈ വന്നാലേ ശരിയാവുള്ളൂ, അപ്ലൈനാണ് തന്നെ എല്ലാം കീ. എത്ര നാൾ നിങ്ങൾ അപ്ലൈനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ബിസിനസ് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്വന്തമായിട്ട് ചെയ്തുകൂടാ? നിങ്ങൾക്ക് എന്തുകൊണ്ട് ആക്ടിവിറ്റീസ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തുകൂടാ? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഫോക്കസ് ചെയ്തുകൂടാ? നിങ്ങളൊരു സെൽഫ് സ്റ്റാർട്ടർ അല്ലാതെ നിങ്ങളുടെ താഴെ ഒരാളും സെൽഫ് സ്റ്റാർട്ടർ ആയിട്ട് വരാൻ പറ്റും. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ ബിസിനസ് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ചെയ്യുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന കുറെ ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ചെയ്യുന്നത് മോശമാണെങ്കിൽ അവർ ചെയ്യുന്നത് മോശമായിരിക്കും. അപ്പൊ നമ്മൾ നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ അതിന്റെ പകുതിയെങ്കിലും നല്ല കാര്യം ചെയ്യും. അപ്പൊ നമുക്ക് നല്ല ടീം ഉണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യത്തിന് ഫോക്കസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് ആദ്യം വേണ്ടത് നിങ്ങൾ സെൽഫ് സ്റ്റാർട്ടർ ആയിരിക്കുക. അതിനേക്കാൾ ഉപരി നിങ്ങൾക്കൊരു മെന്റർ ഉണ്ടാവും. ഇതൊരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഭാര്യയാണ് എന്റെ മെന്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ഒത്തിരി വരും. ചില ആൾക്കാർക്ക് മെന്ററിന്റെ ആവശ്യമേ ഇല്ലെന്ന് തോന്നുന്ന ആൾക്കാരുണ്ട്. ഞാൻ എന്റെ അപ്ലൈൻസ് ആരും എന്റെ മെന്റർ ആകാൻ പറ്റിയ ആൾക്കാരല്ല. നമുക്കൊരു മിനിമം ഒരു ബിൽ ഗേറ്റ്സ് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് മാർക്ക് സക്കർബർഗ് ഒക്കെ വന്നാലേ നമുക്ക് പറ്റുള്ളൂ. ആ ലെവലിൽ ചിന്തിക്കുന്ന ആൾക്കാർ ആദ്യം തന്നെ മനസ്സിലാക്കാം, നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം ഉയർന്നെന്ന് ചിന്തിക്കുന്നോ അത്രേ അധപ്പതിച്ചു പോവാണ്. കാരണം നമുക്ക് ഇനിയും കാര്യങ്ങൾ മനസ്സിലാകാനുണ്ട്, പഠിക്കാനുണ്ട്. നിങ്ങളെക്കാളും വലിയ റാങ്കുള്ള ആളാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ അപ്ലൈനെ ഫോളോ ചെയ്യാൻ പഠിക്കുക. അത് നിങ്ങളെ അതിനകത്ത് വേറെ കൂടുതൽ നോക്കിയിട്ടൊന്നും കാര്യമില്ല. കാരണം വെച്ചാൽ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാകേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന പല മണ്ടത്തരങ്ങളും ഉണ്ട്. ഇതൊരു ജീവിതം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു പാക്കേജ് ആയിട്ട് കാണും. ചില ആൾക്കാർ നമുക്ക് ചില തെറ്റിദ്ധാരണകൾ കാരണം ഈ മെന്റർഷിപ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ ഫോക്കസ് ചെയ്യാറില്ല. അവർ തന്നെ വർക്ക് ചെയ്താൽ മതിയല്ലോ, എന്തിനാണ് മെന്റർ എന്നുള്ള തോന്നലാണ് പല ആൾക്കാർ. ചില ആൾക്കാർക്ക് മെന്റർ എന്ന് പറഞ്ഞാൽ യൂട്യൂബാണ്. യൂട്യൂബിൽ ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ മൈ ലൈഫ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ രണ്ട് ധ്രുവങ്ങളാണ്. ഈ കേരളത്തിൽ തന്നെ ചെയ്യുന്നതാണെങ്കിൽ പോലും 2 ടീം ചെയ്യുന്ന ആക്ടിവിറ്റിക്ക് 2 ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഫോളോ ചെയ്യാൻ പോയാൽ നമ്മൾ എത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലൈൻ ഒരു സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെന്ററെ കണ്ടുപിടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് ഇല്ലാത്ത ഒരാൾ നിങ്ങൾ കുറെ സമയം മെനക്കെടുത്ത് ജീവിതം പൊക്കോണ്ടിരിക്കുക, നിങ്ങളുടെ ആ ജീവിതം പൊക്കോണ്ടിരിക്കുന്നത് മനസ്സിലാക്കുക. കഥയൊക്കെ പറഞ്ഞിട്ട് എന്റെ അപ്ലൈൻ ശരിയല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മാറിപ്പോയി ആരെങ്കിലും നിങ്ങളുടെ പുറകെ വന്ന് എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അതോ ഈ വയനാട് പ്രഖ്യാപിച്ച ദുരിതാശ്വാസ പാക്കേജ് നിങ്ങൾക്ക് ആരെങ്കിലും തരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരാളും ചെയ്യുന്നില്ല. നിങ്ങൾ അപ്ലൈൻ കാർ മേടിച്ച് കാറേ നടക്കും. നിങ്ങളത് കാണേണ്ടി വരും. എന്റെ അപ്ലൈൻ മോശമെന്ന് പറഞ്ഞു നടക്കും, അത്രേ ഉള്ളൂ. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം നമ്മൾ സ്ട്രോങ് ആകുക. എന്റെ ഒരു അപ്ലൈൻ സ്ട്രോങ് ആണെങ്കിൽ ആ അപ്ലൈനെ കൂടെ കൂടുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. അപ്ലൈൻ ചിലപ്പോൾ സമയം ഉണ്ടാകത്തില്ല. പക്ഷെ എനിക്കാണ് ആവശ്യം, എനിക്കൊരു മെന്ററെ വേണം. അത് എന്റെ അപ്ലൈൻ അല്ല ആവശ്യം. അതുകൊണ്ട് എനിക്ക് മെന്റർ ഉണ്ടാവണം. അത് പ്രധാനപ്പെട്ട ഘടകമാണ്, അതിന്റെ കുഴപ്പമാണ്. അതുകൊണ്ട് തന്നെ ക്രിയേറ്റ് അറ്റ്ലീസ്റ്റ് 5 ലീഡേഴ്സ് ഇൻ യുവർ ടീം. അത് പ്രധാനപ്പെട്ട കാര്യം. ആദ്യം നിങ്ങൾക്ക് ഇതെല്ലാം ഉണ്ടാവണം. നിങ്ങൾ ചെയ്യുന്ന ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന ലീഡറിനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന തലേക്കുത്തിയാണെങ്കിൽ അതുപോലെ കുറെ ലീഡേഴ്സ് ഉണ്ട്. അതുകൊണ്ട് എന്താ ഉണ്ടാവുക? എല്ലാവരും കുറെ റിബലായിട്ട് നടക്കും. എല്ലാ കാര്യത്തിനും എതിരാണ് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരെ സൈഡിൽ നടന്നോട്ടെ, അവരെ നമ്മൾ ശല്യപ്പെടുത്തരുത്. കാരണം അവരാണ് നമ്മുടെ പ്രതീക്ഷ. അതായത് നാളെ നമുക്ക് അവരെ കാണിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അവരിങ്ങനെയൊക്കെ പോയതുകൊണ്ട് അവർക്കുണ്ടായ നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാമല്ലോ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നമ്മളെ താഴെ നല്ല ലീഡർഷിപ്പ് ഉള്ള ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യണം. ഒരു 5 പേരെങ്കിലും നല്ല ലീഡേഴ്സ് ഉള്ള ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യണം. അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ അപ്ലൈൻ മെന്ററോട് കൂടി സഹകരണത്തോടു കൂടി മിനിമം ഒരു 5 ആൾക്കാർ, മിനിമം ആണ് ഞാൻ പറഞ്ഞത്. ഒരു TC റാങ്കിലുള്ള ആൾക്കാരോടാണ് പറഞ്ഞത്. അതിന്റെ മുകളിലോട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇതിന്റെ എണ്ണം കൂടുന്നുണ്ടാവും. ഈ 5 പേരെന്ന് പറഞ്ഞാൽ 5 പേര് എങ്ങനെയുള്ള ആൾക്കാരെന്നറിയോ? പൊട്ടൻഷ്യൽ ഉള്ളത് മാത്രം പോരാ, ആറ്റിറ്റ്യൂഡ് വേണം. ഇവിടെ ഒരു വലിയ കഥയാണ്. കഴിവുള്ള ഒത്തിരി പേരുണ്ട് നമ്മുടെ. ഞാൻ തന്നെ ചിലപ്പോൾ ചില ആൾക്കാരുടെ കഴിവുകൊണ്ട് അതിശയിച്ചു കൊടുക്കും. പക്ഷെ ആറ്റിറ്റ്യൂഡ് ഇല്ല. ആറ്റിറ്റ്യൂഡും പോസിറ്റീവാണ്. ചിലപ്പോൾ നമ്മൾ ഫോൺ ചെയ്താൽ പറയും നമ്മളെക്കാളും കൂടുതൽ പുള്ളി നമ്മളെ തന്നെ അങ്ങ് മോട്ടിവേറ്റ് ചെയ്യും. സാറ് ഇങ്ങനെ പോയാൽ മതിയോ, നമ്മൾ ചെയ്യണ്ടേ, ഞാൻ അങ്ങ് ചെയ്തിരിക്കും സാറേ എന്ന് പറയും. പക്ഷെ പിന്നെ വീട്ടിൽ കിടന്ന് മറ്റേ സിനിമയ്ക്കകത്ത് ജഗതി കാണുന്ന കൂടി പഠിച്ച് ഇറങ്ങിയത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്?
അവര് ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ മഴയല്ല, മഴയൊന്നും തീരണ്ട, ചിങ്ങമായിരുന്നല്ലോ കഴിഞ്ഞ മാസം കർക്കിടകമായിരുന്നു, ഇപ്പൊ ചിങ്ങമാസം. ചിങ്ങം കഴിഞ്ഞപ്പോ ഓണം കഴിയട്ടെ, നമ്മൾ ഓണം കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ കാലഘട്ടം പറഞ്ഞുകൊണ്ടിരിക്കും. ചില ആൾക്കാരെന്ത് ചെയ്യും, ആറ്റിറ്റ്യൂഡ് തന്നെ നെഗറ്റീവ് ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളോടൊരു കാര്യം പറയും, നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നതല്ല തിരിച്ചു പറയും. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ സൂക്ഷിക്കും. ഇത് കണ്ടുപിടിക്കുന്നതാണ് ഈ കഴിവ്. അപ്പൊ നമ്മളോട് തന്നെ ചില ആൾക്കാര്, നമ്മുടെ ലീഡേഴ്സിനുള്ള ആൾക്കാർ ചില കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കറിയാം ഇവർ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത്. കാരണം അതൊരു നമ്മൾ ഇവരെയൊക്കെ നമ്മള് മനസ്സിലാക്കുന്ന ഒരു ചില ലെവലിലാണ് ചില ആൾക്കാർ, എല്ലാവരും അല്ല, ചില ആൾക്കാർ നമുക്ക് അറിയാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ തന്നെ ഒത്തിരി സോപ്പിട്ട് വരുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും. നമ്മളെ അങ്ങ് പുകഴ്ത്തും. ഒരാൾ നമ്മളെ അനാവശ്യമായിട്ട് പുകഴ്ത്തിയാൽ മനസ്സിലാക്കിയോ എന്തോ കാര്യം നേടാനാണ്. പുകഴ്ത്തും എഡിഫിക്കേഷൻ ആണ് രണ്ടാണ്. എഡിഫിക്കേഷൻ നമ്മൾ ആരാണോ അത് റിഫ്ലക്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. പുകഴ്ത്തുക എന്ന് പറഞ്ഞാൽ വെറുതെ എപ്പോഴും നമ്മളെ കാണുമ്പോൾ ഈ സാറില്ലായിരുന്നെങ്കിൽ ചെയ്യാൻ പറ്റില്ല, സാറാണ് എന്റെ സംഭവം എന്ന് പറഞ്ഞാൽ നടക്കുന്ന ആള് എപ്പോഴും മനസ്സിലാക്കുക അവർക്ക് എന്തോ കാര്യം നമ്മളെ നേടാണ്. അത് നമുക്ക് ഗുണമാകത്തില്ല, അവർക്കും ഗുണമാകത്തില്ല. സോ ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാരെ കണ്ടുപിടിക്കും. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല് ഡ്രീം ഒരു ആറ്റിറ്റ്യൂഡാണ്, നല്ല പവർഫുൾ ഡ്രീം. അവരുടെ മനസ്സിൽ ശരിക്കും ഞാൻ കണ്ടെടുത്ത ഡ്രീം എന്ന് ഞാൻ പറഞ്ഞാൽ തന്നെ ആറ്റിറ്റ്യൂഡാണ്. നമുക്കൊരു എന്തെങ്കിലുമൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്യണം, വലിയ ലെവലിൽ എത്തണം, വലിയ ലെവലിലേക്ക് എനിക്ക് നേടണം. എനിക്ക് എന്റെ ലൈഫിൽ എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു, കല്യാണം കഴിക്കുന്നതിന് എനിക്ക് കാർ മേടിക്കണം. എന്റെ ജീവിതത്തിൽ വലിയ സ്വപ്നമായിരുന്നു. കാരണം എനിക്ക് എന്റെ ഫാമിലിയില് ഞാൻ അപ്സും ആൻഡ് ഡൗൺസും കണ്ട ഒരാളാണ്. ആ സമയം കൊണ്ട് ഞാനത് സാധിച്ചു. അതെന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് ഒരു വ്യക്തിയാണ്. പുതിയൊരു കാറ്, കമ്പനി തന്ന കാറായിരുന്നു, പക്ഷെ സ്റ്റിൽ ഐ ഹാഡ് ദ കാർ. എനിക്ക് അന്നത്തെ കാലത്ത് ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള കാറായിരുന്നു. ആ കാർ എനിക്കുണ്ടായിരുന്നു. 118 ടെന്നി എന്ന് പറഞ്ഞ കാറായിരുന്നു. ആ കാർ എനിക്കുണ്ടായിരുന്നു. ഞാൻ കല്യാണം കഴിക്കും. അങ്ങനെയൊക്കെ ഉള്ളത്, അങ്ങനെയൊക്കെ ഡ്രീമുള്ള ആൾക്കാർ ഈ ലോകത്ത് ഒത്തിരി ഉണ്ട്. അവരെ കണ്ടുപിടിക്കുക. അവർ മാർഗ്ഗമില്ലാതെ നടക്കുന്നുണ്ടാവും. നമ്മുടെ ടീമിൽ ഒരാൾ ഇപ്പൊ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യനെ കണ്ടുപിടിച്ചു. നല്ല ആറ്റിലുള്ള പയ്യൻ, പക്ഷെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് വർക്ക് ചെയ്യും. ഒരു ദിവസം 1000, 1500 ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് വെച്ചിട്ട് അവന് ഞാൻ സംസാരിച്ചപ്പോ നല്ല പവർഫുൾ ഡ്രീം. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒത്തിരി ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. അവരെ കണ്ടുപിടിക്കണം. നമ്മുടെ ടീമിൽ തന്നെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവരെ കണ്ടുപിടിക്കണം. അവരുടെ ഉള്ളിൽ ഡ്രീം ഡെവലപ്പ് ചെയ്യണം. അവരോട് സംസാരിക്കണം. അവരുടെ ഡ്രീമിനെ കുറിച്ച് സംസാരിക്കണം. അവരോട് എപ്പോഴും നമ്മൾ ആൾക്കാർ എപ്പോഴും പണിയെടുക്കുന്നു പറഞ്ഞു നടന്നാൽ ആൾക്കാർ മടുത്തു. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ അവരെ ഡ്രീം ബിൽഡ് ചെയ്യണം. ഇടയ്ക്കൊരു നല്ല കാറിന്റെ ഷോറൂമിൽ വിളിച്ചോണ്ട് പോകണം, കാറില്ലാത്ത വ്യക്തിയാണെങ്കിൽ. അല്ലെങ്കിൽ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും ചെയ്യാനുള്ള സ്ഥലത്ത് അവരെ വിളിച്ചോണ്ട് പോകണം. നമ്മൾ പറഞ്ഞാൽ വെച്ചാല് നമ്മൾ അവരുടെ ഡ്രീം ബിൽഡ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അവരെപ്പോഴും ഒബ്സർവ് ചെയ്യുന്ന കാര്യം, എന്റെ കൂടെയുള്ള എല്ലാ ആൾക്കാരും എന്നെ നോക്കുന്നുണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. നിങ്ങളുടെ ഡൗൺലൈൻ നോക്കുന്നത് നിങ്ങൾക്ക് എന്ത് മാറ്റം വന്നു, ഇന്നലത്തെ ഇന്ന് നിങ്ങൾ എന്തെങ്കിലും മാറിയിട്ടുണ്ടോ? നിങ്ങൾ ഇടുന്ന ഡ്രസ്സ് വില കൂടിയതൊന്നും ആയിരിക്കണമെന്നില്ല. ഇടയ്ക്കെങ്കിലും നല്ലൊരു ഡ്രസ്സ് മേടിക്കണം. ഇടയ്ക്കെങ്കിലും നിങ്ങൾ സംസാരിക്കുന്ന രീതിയിൽ മാറ്റം ഉണ്ടാവണം. നിങ്ങളിടുന്ന ഷൂസ് നിങ്ങൾ പോളിഷ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ കയ്യിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കുറെ നാളെങ്കിലും അവർ നോക്കും. ആ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പീരിയോഡിക്കലായിട്ടെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണം. ഇന്നലെ ലത്തീഫ് ഉസ്താദിന്റെ പ്രസന്റേഷൻ പറഞ്ഞാല് എനിക്ക് ഓരോ സ്ഥലത്തും ഓരോ ഡ്രസ്സ് ഉണ്ട്. ഞാൻ തെങ്ങ് കയറാൻ പോകുമ്പോൾ ഡ്രസ്സ് ഉണ്ട്, ഞാൻ പള്ളിയിൽ പോകുമ്പോൾ ഡ്രസ്സ് ഉണ്ട്, ബിസിനസ് പോകുമ്പോൾ ഡ്രസ്സ് ഉണ്ട്. അങ്ങനത്തെ ഡ്രസ്സ് എല്ലായിടത്തും ഞാൻ എല്ലായിടത്തും ഒരേ ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ബിസിനസ്സിൽ അത് വർക്ക്ഔട്ട് ആവുന്നില്ല. നമ്മുടെ ബിസിനസ്സിനകത്ത് നമ്മൾ ഓരോ സാധനങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷർട്ടോ എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂം ഒന്നും അല്ല. പ്രസന്റബിൾ ആയിട്ടുള്ള ലെവലിലേക്ക് നിങ്ങൾ ഓരോരുത്തരും വരണം. നിങ്ങൾ സംസാരിക്കുന്ന രീതി, ഒരാളെ നിങ്ങളുടെ അപ്ലൈന്റെ ഇടയ്ക്ക് നിങ്ങൾ പോയി കുറ്റം പറയരുത്. എന്തെങ്കിലും നിങ്ങൾ പലപ്പോഴും കാണിക്കുന്ന മിസ്റ്റേക്കാണ്. ഡൗൺലൈന്റെ അടുത്ത് പോയി മറ്റൊരാളെ കുറ്റം പറയും. അവൻ ആ കേട്ട് സൂഹിക്കുന്നുണ്ട്. അവന് തിരിച്ചു പറയും ഇയാൾ എന്നെ കുറിച്ച് ഇത് തന്നെ ആയിരിക്കുമല്ലോ പറയുന്നത്. പല ആൾക്കാരും ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. ഡൗൺലൈൻ ചിലപ്പോൾ നമ്മളെക്കാളും പൊട്ടൻഷ്യൽ ആണെന്ന് നമുക്കങ്ങ് തോന്നും. നിങ്ങളുടെ ഡൗൺലൈൻ നിങ്ങളെക്കാളും പൊട്ടൻഷ്യൽ ആണെന്ന് തോന്നുന്നത് അയാൾ നിങ്ങളെ ഹൈജാക്ക് ചെയ്തോണ്ട് പോകാൻ ആദ്യം മനസ്സിലാക്കും. പൊട്ടൻഷ്യൽ ഉള്ള ഒത്തിരി പേർ എന്നെ കൂടെ ഉണ്ട്. പക്ഷെ എന്റെ പൊട്ടൻഷ്യൽ ഉള്ള ഡൗൺലൈന്റെ കൂടെ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ എന്റെ അപ്ലൈന്റെ കൂടെ നിന്നില്ലെങ്കിൽ നാളെ ഡൗൺലൈൻ പോലും നമ്മളിവിടെ ഉണ്ടാകത്തില്ല. ഒന്നുകൂടെ പറയാം, എന്റെ പൊട്ടൻഷ്യൽ ഉള്ള ഡൗൺലൈന്റെ കൂടെ ഞാൻ നിൽക്കുന്നതിനേക്കാളും വേണ്ടത് എന്റെ പൊട്ടൻഷ്യൽ ഉള്ളതോ അല്ലാത്തതോ എന്റെ അപ്ലൈന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. കാരണം എന്റെ അപ്ലൈന്റെ കൂടെ ഞാൻ നിന്നാലേ നാളെ എന്റെ ഡൗൺലൈൻസ് എന്റെ കൂടെ നിൽക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബിസിനസ്സിനകത്ത് ചില ആൾക്കാർ നമ്മളെ ഹൈജാക്ക് ചെയ്യും. അവർ ഭയങ്കര ഉട്ടോപ്പിൻ ഐഡിയ, പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല. ഭയങ്കര എന്റെ അടുത്ത് വന്ന് സാറേ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, നമ്മൾ അങ്ങനെ സാറത്തിന് എത്ര 6 മാസം എടുത്ത് RTC ആകാൻ 2.5 മാസം കൊണ്ട് ഞാൻ RTC ആയി കാണിക്കാം. പുള്ളിക്ക് ബിസിനസ് ഇല്ല വൈദ്യുതി. ഇങ്ങനെ വന്ന ഒത്തിരി പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. ബിസിനസ്സിനകത്ത് ഇപ്പോഴും നിൽക്കുന്ന കുറെ ആൾക്കാരാണ്, ഒന്നും ചെയ്യാനായിട്ടുള്ള ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ബിസിനസ്സിനകത്ത് വേണ്ടത് നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർക്ക് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഉള്ളിൽ അല്ലെ എല്ലാവരുടെ ഉള്ളിൽ നല്ല ഡ്രീം ഉണ്ടാണ്. എല്ലാവരുടെയും ഡ്രീം കാറും വീടും ഒന്നുമല്ല. നമ്മളിവിടെ ഒത്തിരി നല്ല സാമ്പത്തികമായിട്ട് വെൽ ഓഫ് ആയിട്ടുള്ള ആൾക്കാർ ഒത്തിരി പേര് നമ്മളിവിടെ ഉണ്ട്. അവർ നല്ല ജോലിയുണ്ട്, അല്ല റിട്ടയർ ആയി, എല്ലാവരും നല്ല വീടുണ്ട്, മക്കളൊക്കെ സെറ്റിൽ ആണ്. പക്ഷെ എന്നിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഡ്രീം ചിലപ്പോൾ വേറെ ആയിരിക്കും. അവരോട് സംസാരിക്കുക, അവർക്ക് എന്താണ് വേണ്ടത് മനസ്സിലാക്കുക. അവരോട് എപ്പോഴും അവരെ കാണുമ്പോൾ നമുക്ക് ഒരാളെ പ്ലാൻ കാണിക്കാൻ, ഫോളോ അപ്പ് ചെയ്യാം, പ്രൊഡക്റ്റ് വിൽക്കാം മാത്രമല്ല പറയുന്നത്. അതിനാണ് നിങ്ങളുടെ അപ്ലൈനെ നിങ്ങൾ പഠിച്ചെടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈനുമായിട്ട് കണക്ട് ചെയ്യണം.
അപ്ലൈനായിട്ട് ഇരിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും ഷെയർ ചെയ്യാൻ അവർക്ക് സാധിച്ചാൽ വലിയ ലെവലായിട്ട് വരാൻ പറ്റും. അവരൊരു നല്ല സിസ്റ്റം പ്ലെയർ ആക്കി മാറ്റുക. സിസ്റ്റം ഒരു കളിയില്ല എന്നുള്ള ലെവലിലേക്ക് അവരെ സ്വന്തമായിട്ട് സിസ്റ്റം ഉണ്ടാക്കാൻ പോകുന്ന ഒത്തിരി പേര് നമുക്കറിയാം. സ്വന്തമായിട്ട് സിസ്റ്റം ഉണ്ടാക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ എവിടെ എത്തുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നിങ്ങളായിട്ട് ഒരു സാധനം ഇപ്പൊ തൽക്കാലം ഒന്ന് നിങ്ങൾ ITC ആകും, എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക. അപ്പൊ ആ സമയം വരെ നിങ്ങൾ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്താ സംഭവം, നിങ്ങളുടെ കൂടെ വരുന്ന ആൾക്കാർ ഓരോരുത്തരും ഓരോ ഡയറക്ഷനിലോട്ട് പോകും. ഓരോരുത്തരും ഓരോ ഡയറക്ഷനിലോട്ട് പോയാൽ എന്താ ഉണ്ടാവുക, എങ്ങും നമ്മൾ എത്തിയല്ല. അത് മനസ്സിലാക്കുക. നിങ്ങൾ അവരെ നല്ലൊരു കോച്ചായിട്ട് മാറുക. നല്ലൊരു കോച്ച് വേണ്ടേ? നല്ലൊരു കോച്ച് ഇല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വിജയിച്ചപ്പോ 2020 വിജയിച്ചപ്പോ കോച്ച് ദ്രാവിഡിനും ഭയങ്കര അപ്രീസിയേഷൻ കിട്ടി. എന്താണ്, ഒരു ടീമിനെ കോച്ച് ആണ് എപ്പോഴും നല്ല രീതിയിലേക്ക് കൊണ്ടുപോകുക അല്ലെ. അവരെ നല്ലൊരു കോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, കോച്ച് എന്ന് പറഞ്ഞാൽ അവർ ചെയ്യേണ്ട രീതിയിൽ ഓരോരുത്തരുടെ കഴിവുകൾ മനസ്സിലാക്കി അവരെ ട്രെയിൻ ചെയ്യുന്നതാണ് കോച്ച്. ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. എന്റെ കൂടെയുള്ള എല്ലാവർക്കും പ്ലാൻ പ്രസന്റ് ചെയ്യാനൊന്നും അറിയത്തില്ല. എന്റെ കൂടെയുള്ള എല്ലാ ആൾക്കാർക്കും ഫോളോ അപ്പ് ചെയ്യാൻ ഭംഗിയാണെന്ന് വരത്തില്ല. പക്ഷെ എല്ലാവർക്കും എന്തൊക്കെയോ കഴിവുകളുണ്ട്. ആ കഴിവുകളെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ കഴിവ്. സോ നല്ലൊരു കോച്ചായിട്ട് മാറുക. നല്ലൊരു കോച്ചായിട്ട് മാറണമെങ്കിൽ നമ്മൾ കോച്ചബിൾ ആയിരിക്കണം. നമുക്കൊരു മെന്റർ ഉണ്ടായിരിക്കണം. നമ്മൾ ടീച്ചബിൾ ആയിരിക്കണം. നിങ്ങൾ ടീച്ചബിളും കോച്ചബിളും അല്ലെങ്കിൽ, അതായത് നിങ്ങൾ പഠിക്കാൻ തയ്യാറല്ല, നിങ്ങൾ മാറാൻ തയ്യാറല്ലാത്ത വ്യക്തി നിങ്ങളുടെ താഴെ ടീമിനെ കൊണ്ട് ഇത് പഠിപ്പിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ നിങ്ങളൊരു ബോംബ് ക്രിയേറ്റ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. എപ്പോ വേണേ പൊട്ടിപ്പോകുന്ന സമയമാണ്. സോ നത്തിങ് വർക്ക്സ് ഫോർ എ പേഴ്സൺ വിത്തൗട്ട് മീനിങ് ഡ്രീംസ്. എപ്പോഴും മനസ്സിലാക്കുക, മീനിങ് ഫുൾ ആയിട്ടുള്ള, അതായത് ജീവിതത്തിൽ പ്രതീക്ഷയുള്ള ഒരു സ്വപ്നങ്ങൾ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു സാധനം അവന്റെ ജീവിതത്തിൽ വർക്കൗട്ട് ആവത്തില്ല. എപ്പോഴും ദുരിതമായിരിക്കും. മീനിങ് ഫുൾ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഡ്രീമുകൾ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒന്നും വർക്കൗട്ട് ആവത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാ മനുഷ്യർക്കും, നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെല്ലാം, നമ്മുടെ കൂടെ 100 പേരുണ്ടെങ്കിൽ 100 പേരെ നമുക്ക് ഡിപ്പെൻഡ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അതിനകത്ത് 20 പേരായിരിക്കും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അവർക്കൊക്കെ നല്ല പവർഫുൾ ഡ്രീമും പവർഫുൾ ഗോൾസും നല്ല ആറ്റിറ്റ്യൂഡും ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട നിങ്ങളാണ്. അതാണ് കോച്ചിങ് എന്ന് പറയുന്നത്. ഡ്രീം ഇല്ലാത്തവരായിരിക്കും ബിസിനസ് വരുന്ന 90% ആൾക്കാർ. അവരെ ഡ്രീം ബിൽഡ് ചെയ്യണം. ആറ്റിറ്റ്യൂഡ് മോശമായിരിക്കും ബിസിനസ് വരുന്ന സമയത്ത്. അവരെ ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യണം. അതാണ് നിങ്ങളൊരു എക്സാമ്പിൾ ആയിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. അത് വാചകടിക്കുന്ന ഒത്തിരി പേരുണ്ട്. നല്ല നല്ല സെഷൻസ് ചെയ്യും. ഭയങ്കര സെഷനാണ്. ഇലക്ട്രിഫൈങ് എന്ന് പറയുന്ന സെഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ജീവിതത്തിൽ അവരെ ഫോളോ ചെയ്യാൻ ആൾക്കാർ തയ്യാറാവുന്നില്ല. കാരണം അവരുടെ ജീവിതത്തില് അവര് ഇത് ഫോളോ ചെയ്യണമെന്നുള്ള ഉറപ്പ് ഡൗൺലൈൻസിനില്ല. അതാണ് പ്രശ്നം. സോ ഇലക്ട്രിഫൈങ് ആയിട്ട് മാത്രം കാര്യമില്ല. ഇലക്ട്രിഫൈങ് ആയിക്കോ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങളെ ഫോളോ ചെയ്യാനുള്ള ആൾക്കാരുണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ആ ആറ്റിറ്റ്യൂഡും നിങ്ങൾക്ക് ആ സംഭവങ്ങളെല്ലാം കൃത്യമായിരിക്കും. സോറി, റിമെമ്പർ, ഓർക്കുക, എന്താണ്, ഡെവലപ്പിംഗ് എ സീരിയസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇസ് ആൻ ആർട്ട്. നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ സീരിയസ് ആയിട്ട് എടുക്കാതെ ഒരു ആർട്ടാണ്, കലയാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ സീരിയസ് ആണ്. അവരെ പറയാം, ഞാൻ എന്റെ ഡൗൺ ലൈൻസിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന ആൾ കുറവാണ്. എവിടെയാണ് വർക്ക് എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അതിന്റെ അപ്പുറത്തേക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊന്നും പറയുന്ന സ്വഭാവം എനിക്കില്ല. പക്ഷെ അവർക്കറിയാം നമ്മൾ ഒരുമിച്ച് നല്ലൊരു ഗോളിലാണ് പോകുന്നത്. നമുക്കറിയാം അല്ലെ. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് പോലും ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്തു ചോദിക്കാറേ ഇല്ല. പക്ഷെ അവർക്ക് എന്നെക്കാളും നന്നായിട്ട് അറിയാം ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അവർക്ക് എന്നെക്കാളും നന്നായിട്ട് അറിയാം നമ്മൾ നല്ല ഗോളിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാം. അതെന്തുകൊണ്ടാണ്? അത് ഞാൻ അത്ര സീരിയസ് ആണെന്ന് അവർക്ക് അറിയാം. നിങ്ങളും അത് ചെയ്യാൻ പറ്റുമല്ലോ. നിങ്ങളുടെ ലീഡേഴ്സ് ഓരോരുത്തരും ചെയ്യുന്നല്ലേ. അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത് നിങ്ങളും ചെയ്യാം. സോ ചില കേസിൽ ചില ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ സമയം എടുത്തേക്കാം. കാരണം ചില ആൾക്കാരെ നമുക്ക് പിടിതരത്തില്ല. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ നമ്മൾ ചിലപ്പോൾ എനിക്ക് അങ്ങനെ അനുഭവങ്ങളുണ്ട്. നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത ചില ആൾക്കാർ കുറെ കഴിഞ്ഞപ്പോൾ അത് വേസ്റ്റ് ആണെന്ന് അവർ തന്നെ തെളിയിച്ചു. അങ്ങനെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അത് നമ്മുടെ പ്രശ്നമല്ല. ഞാൻ ആരും കുറ്റം പറയുന്നില്ല. കാരണം അവര് നമ്മുടെ കൂടെ നിൽക്കാൻ അവർക്ക് അർഹതയില്ല, അല്ലെങ്കിൽ ദൈവം അത് വിചാരിക്കുന്നില്ല. അത് നമ്മളെന്തിനാ വേണ്ടാത്ത പരിപാടി. ഒത്തിരി കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കുന്നത് ജീവിതത്തിൽ. നമ്മൾ പലപ്പോഴും അങ്ങനെ ടെൻഷൻ അടിച്ചിട്ടാണ് ജീവിതം കളയുന്നത്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് ടെൻഷൻ അടിക്കാൻ പോയാൽ നമ്മൾ എങ്ങും എത്തിയാലെന്നുള്ള മനസ്സിലാക്കാം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചില കേസുകളിൽ ആൾക്കാരെ ഡെവലപ്പ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുത്തേക്കാം. ചിലപ്പോൾ നല്ല ആൾക്കാരെ കിട്ടാൻ കുറച്ച് സമയം എടുത്തേക്കാം. പക്ഷെ ആൾക്കാരുടെ മുകളിൽ പ്രതീക്ഷ നഷ്ടപ്പെടരുത്. ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഡ്രീം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ പുറകെ കൂടുക. ഇനി അങ്ങനെയുള്ള ആൾക്കാരല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ നോക്കുക. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ആളെ കണ്ടുപിടിക്കുക. ഒരാളുടെ സമയം നിങ്ങൾ കുറെ നാൾ അയാളെ കൊണ്ട് നടന്നിട്ട് അയാൾക്ക് ഒരു മാറ്റം അയാൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല, പിന്നെ നടന്ന സമയം കളയരുത്. അയാൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ കുറെ കഴിവുള്ള വ്യക്തിയായിരിക്കാം. പക്ഷെ അയാൾക്ക് കഴിവ് അയാൾക്ക് പ്രകടിപ്പിക്കാൻ തയ്യാറല്ലെങ്കിൽ, അയാൾ പുറത്തെടുക്കാൻ തയ്യാറല്ലെങ്കിൽ അയാളുടെ പുറകെ നടന്ന സമയം കളയരുത്. അതിനാണ് നിങ്ങളുടെ മെന്റർ വേണ്ട. മെന്ററോട് ചോദിക്കാൻ ഞാൻ എന്ത് ചെയ്യണം. നിങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കണ്ട. ആസ്ക് യുവർ മെന്റർ വാട്ട് ഷുഡ് ഐ ഡു. അവര് പറഞ്ഞു തരും.
ലെറ്റ്സ് ഡു സംതിങ് എൽസ്, അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ എന്താ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിലപ്പോൾ ചെയ്യുന്ന വേറെ ലെവലിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ യു ഫൈൻഡ് ദ പേഴ്സൺ വിത്ത് റൈറ്റ് ആറ്റിറ്റ്യൂഡ്, നല്ല ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക. ഒരു ഫ്യൂച്ചർ ലീഡറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഒന്ന്, പവർഫുൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഇത് നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഒരു കാലത്തും നെഗറ്റീവ് അല്ല, എപ്പോഴും പോസിറ്റീവ് ആണ്, അത് പവർഫുൾ ആണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പ് വിശ്വാസം? കൈകാലത്ത് നോക്കണ്ട, നിങ്ങൾ മനസ്സിൽ ആലോചിച്ച് നോക്കാം. ഹൈലി പോസിറ്റീവ് ആണ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ദിവസത്തിൽ ചില പ്രാവശ്യം ഞാൻ നെഗറ്റീവ് ഒക്കെ ആകാറുണ്ട്. ഇതെന്ത് ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ കണക്ക് കൂട്ടുമ്പോ 90% പോസിറ്റീവും 10% നെഗറ്റീവ് ആയാൽ കുഴപ്പമില്ല. ഇനി 80% പോസിറ്റീവ് 20% നെഗറ്റീവ് ആയാലും നമുക്ക് പറഞ്ഞിരിക്കാം. പക്ഷെ 60% പോസിറ്റീവ് 40% ഡേഞ്ചർ ആണ്. ചില ആൾക്കാർക്ക് തിരിച്ച പോസിറ്റീവിനേക്കാളും കൂടുതൽ നെഗറ്റീവാണ്. രാവിലെ എഴുന്നേൽക്കുന്ന തന്നെ ദേഷ്യപ്പെട്ട് വിഷമിച്ചൊക്കെ. എന്തിനാ നിങ്ങൾ ദേഷ്യപ്പെട്ട് വിഷമിച്ചൊക്കെ എഴുന്നേക്കുന്നത്? ഇന്നത്തെ രാവിലെ എഴുന്നേക്കാൻ സാധിച്ചതിന് ഒരു ഭാഗ്യല്ലേ? ഇന്നലെ ഉറങ്ങിയിട്ട് ഇന്ന് എഴുന്നേക്കാൻ പറ്റാതെ എത്രയും പേര് ഭൂമിയിൽ ഉണ്ടാവും. നമ്മൾ എഴുന്നേറ്റില്ലേ? നമ്മളോട് ഇത്ര നല്ല ബിസിനസ് ഇല്ല, ഇത്ര നല്ല ആൾക്കാരില്ല, നിങ്ങൾക്ക് എന്തിനെ പേടിക്കണം? ഇത്രയും നല്ല ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ബിസിനസ് ഉണ്ട്, ഒരു കൂട്ടായ്മയുണ്ട്, സക്സസ് സ്റ്റോറി ഉണ്ട്, നിങ്ങൾക്ക് എന്തിനെ പേടിക്കേണ്ടത്? അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് ആയുള്ള പവർഫുൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. നെഗറ്റീവ് സിറ്റുവേഷൻസ് വരുമ്പോൾ എത്രയും പെട്ടെന്ന് അതിനെ ഓവർകം ചെയ്യാം. ഈ പോസിറ്റീവ് ഓൾവേസ്, എപ്പോഴും പോസിറ്റിവിറ്റിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ആ പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്ലുക്ക് നമുക്ക് ചുറ്റും ഉണ്ടാവുമ്പോൾ എന്താ ഉണ്ടാകുക? നമ്മളുടെ ചുറ്റും ഒരു ഓറ ക്രിയേറ്റ് ചെയ്യും. ഈ പോസിറ്റീവിന്റെ ഓറ, ഇപ്പൊ ഇതിനകത്തൊക്കെ പ്രാണിക് ഹീലിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. ഓറ സാധനം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മൾ പോസിറ്റീവ് ആകുന്നതോറും നമ്മുടെ ചുറ്റും ഒരു ഓറ ക്രിയേറ്റ് ചെയ്യും. ആ ഓറ ഡെവലപ്പ് ചെയ്ത് തോറും നമ്മളിലേക്ക് ആൾക്കാർ അട്രാക്ട് ചെയ്യും. നമ്മൾ നെഗറ്റിവിറ്റി കൂടുന്നവർ ഈ ഓറ ഡിപ്ലീറ്റ് ചെയ്യും. അപ്പൊ നമ്മളുടെ താഴെയുണ്ടാകത്തില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ചിലപ്പോൾ നിർദോഷമായ കുറെ ഫലിതങ്ങളും നിർദോഷമായ ചില കളിയാക്കലും ഒക്കെ ആയിരിക്കും ഡൗൺലൈൻ്റെ അടുത്ത് ഇരുന്നിട്ട് നിങ്ങളുടെ അപ്ലൈനെ കുറിച്ച് പറയുന്നത്. ആ നിർദോഷമായ സാധനങ്ങൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഇമ്പാക്ട് ചിലപ്പോൾ അറിയത്തില്ല എന്താണെന്നുള്ളത്. ആ ഇമ്പാക്ട് നാളെ നിങ്ങളുടെ ബിസിനസ്സിൽ കുളമാവും. നിങ്ങൾ ഇപ്പൊ വലിയ സംഭവം ഞാൻ അങ്ങനെ ഡൗൺലൈനൊക്കെ അപ്ലൈനെ അങ്ങനെയൊക്കെ ചെയ്ത് നടക്കുന്നുണ്ടാവും. നാളെ തിരിഞ്ഞു നോക്കും, നിങ്ങളുടെ സമയം വേസ്റ്റ് ആയി പോയിട്ടുണ്ടാകും. ഞാൻ ഈ ബിസിനസ് നിർത്തിപ്പോയാൽ എന്റെ അപ്ലൈൻ ഒന്നും സംഭവിക്കില്ല, എനിക്ക് സംഭവിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്റെ അപ്ലൈൻ എന്നെ പോലെ 100 കണക്കിന് ആൾക്കാരെ എവിടെയൊക്കെയോ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ആവശ്യമാണ് എന്റെ അപ്ലൈനോട് നിൽക്കുക, എന്റെ ബിസിനസ് ബിൽഡ് ചെയ്യാന്നുള്ളത്. എന്റെ അപ്ലൈനൊക്കെ നല്ല അപ്ലൈൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂരും കോഴിക്കോടും മോൻസാറൊക്കെ നല്ല അപ്ലൈൻ ആയിരിക്കാം ഞാൻ നോക്കുമ്പോൾ. അതുകൊണ്ട് കാര്യം എന്റെ അപ്ലൈൻ അല്ല എന്റെ അപ്ലൈൻ. നമ്മുടെ ജീവിതത്തിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, എന്റെ ചെറുപ്പത്തില് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്റെ ഫാദർ എന്റെ വീട്ടിൽ നല്ല ഒത്തിരി ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഒക്കെ വന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിലൊരു വലിയ പണക്കാരുണ്ടായിരുന്നു, ഏറ്റുമാനൂര്. അവിടെ ജനിച്ചാൽ മതി ഞാൻ പലപ്പോഴും സീരിയസ്ലി ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ മനുഷ്യന്റെ സ്വഭാവമല്ല, അവിടെ അവർക്ക് കുഴപ്പമില്ല അവനൊക്കെ. പക്ഷെ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എനിക്ക് മനസ്സിലായ കാര്യമുണ്ട്. കാരണം വെച്ചാല് അവരെ കംപ്ലീറ്റ് അവസ്ഥയും എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഇവനായിട്ട് ജനിച്ചാൽ മതിയെന്ന് ഞാൻ വിചാരിച്ച പയ്യൻ എന്റെ അടുത്ത് വന്നിട്ട് കഥകൾ പറഞ്ഞു കേട്ടിട്ട് പൈസ മേടിച്ചോണ്ട് ഇപ്പോഴും പൈസക്കാരുണ്ട്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തോന്നും ഇപ്പൊ നമ്മുടെ കഷ്ടപ്പാട് വരുമ്പോൾ നമുക്ക് അപ്പുറത്ത് വരുന്ന രക്ഷപ്പെടാണ്. പക്ഷെ നാളെ നിങ്ങൾ ഈ ബിസിനസ്സിൽ കൂടെ വിജയിച്ച് വരുമ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുക ഇപ്പൊ നിങ്ങളുടെ സ്ട്രഗിൾസ് എന്തിനൊക്കെ ആയിരുന്നു അന്നേരം മനസ്സിലാവും. പക്ഷെ അവിടം വരെ എത്തണമെങ്കിൽ നിങ്ങൾ ബിസിനസ്സിൽ ഉണ്ടാവണം. അവിടം വരെ എത്തിയാൽ അതാ കുഴപ്പം. അതിനു മുമ്പ് നമ്മൾ വഴിയിൽ ബെല്ലടിച്ച് ഇറങ്ങിപ്പോകും. വണ്ടിയെന്ന് നമ്മൾ എത്തുന്നില്ല എന്ന് വെച്ചിട്ട് നമ്മൾ ഇറങ്ങിപ്പോകും. ആർക്ക് പോയി? നിങ്ങൾ ഇവിടെ നിർത്തിപ്പോ നിങ്ങൾ അപ്ലൈന് പോകുന്നു വിചാരിക്കുന്നു. ഒന്നുമില്ല, അപ്ലൈന് വേറെ ആളെ കിട്ടും. അങ്ങനെ തീരുമാനിച്ചിട്ട് അങ്ങനെ വേറെ ആളെ കിട്ടും. നിങ്ങൾ നിങ്ങളുടേതായുള്ള ലെവലിൽ ബിസിനസ് ക്രിയ. ഒന്ന്, എവർ ലാസ്റ്റിംഗ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2, വില്ലിംഗ്നെസ് ടു ചേഞ്ച് ഫോർ ദ ബിസിനസ്. ബിസിനസിന് വേണ്ടി നമ്മൾ മാറാൻ തയ്യാറാണ്. ബിസിനസിന് വേണ്ടി മാറാൻ തയ്യാറാണെന്ന് പറഞ്ഞാല് ബിസിനസ് എന്ന് പറയുന്നത് ബിസിനസ്സിനകത്ത് നമ്മൾ ഒത്തിരി മാറ്റങ്ങൾ നമ്മൾ ആ ബിസിനസ്സിന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ലൈക്ക് ബിസിനസ്സിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന രീതി, നമ്മൾ പ്രവർത്തിക്കുന്ന രീതി, മറ്റൊരാളോട് നമ്മളെ തന്നെ നമ്മൾ മറ്റൊരാളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന രീതി, ഇതൊക്കെ തന്നെ ബിസിനസ്സിനകത്ത് വളരെ പ്രധാനപ്പെട്ട. നമ്മളെ ഡ്രസ്സിങ്, നമ്മൾ സംസാരിക്കുന്ന രീതി, നമ്മൾ വളരെ ഷാബിയായിട്ട് നമ്മൾ തന്നെ അയ്യോ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ തളർന്നു നോക്കിയിരുന്നാൽ നമ്മൾ ആരും നിൽക്കുമോ? ഞാൻ രാവിലെ എനിക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്ന് വെച്ചാലും രാവിലെ എഴുന്നേറ്റ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഞാൻ വളരെ ബുദ്ധിമുട്ടിയിരുന്ന നിങ്ങൾ ആരെങ്കിലും എന്നോട് നിൽക്കും? അങ്ങനെ നിർത്തിയെന്നാ തോന്നുന്നതെന്ന് പറയും അല്ലെ? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവരും നമ്മളെക്കാളും സ്മാർട്ടാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ്, നിങ്ങൾ എന്നെക്കാളും സ്മാർട്ടാണ് നിങ്ങൾ. ഞാൻ ഹിന്ദിയിൽ പറയുന്നത് അപ്പൻ ജബർദസ്തി സ്മാർട്ട് സമജന എന്ന് പറയും. എന്ന് പറഞ്ഞാല് ഞാൻ ഫോഴ്സ്ഫുള്ളി ഞാൻ സ്മാർട്ടാന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്നെക്കാളും സ്മാർട്ടാണെന്ന് വിശ്വസിക്കുന്ന സമയത്താണ് നമ്മൾ ശരിക്കും അതിനേക്കാളും പിടിച്ചിരിക്കണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം?
യു ഷുഡ് ബി ബെറ്റർ ദാൻ യു. അങ്ങനെ ലെവലിലേക്ക് നമ്മളെ ക്യാരി ചെയ്യണം. എന്നെ എന്താ പറയുന്നത്, എല്ലാവരോടും പറയുന്ന കാര്യം, നിങ്ങൾ ഇന്നലത്തെ കാലം ഇന്ന് ബെറ്റർ ആകാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് 1% യു ബിക്കം ബെറ്റർ ദാൻ യെസ്റ്റർഡേ ടുഡേ. അതായത് നിങ്ങളെ യെസ്റ്റർഡേ, നിങ്ങൾ ഇന്നലത്തെക്കാൾ 1% ഇന്ന് ബെറ്റർ ആകും. സംസാരിക്കുന്ന രീതി, ഞാൻ നെഗറ്റീവ് ഒന്നും പറയല്ല. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നെഗറ്റീവ് പറയല. ഒരു തീരുമാനം എടുക്കും. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ പോസിറ്റീവായിട്ട് തന്നെ നിൽക്കും. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ബിസിനസിന് വേണ്ടി കുറച്ച് മാറും. അത് മാറുന്നത് ഞാൻ പഠിക്കുക, വായിക്കുക, രാവിലെ സെഷൻസ് അറ്റൻഡ് ചെയ്യുക. ചില ആൾക്കാർക്ക് രാവിലെ 7 മണിക്ക് എഴുന്നേക്കുന്ന സ്വഭാവം ഇല്ല, 8 മണിക്ക് എഴുന്നേക്കുള്ളൂ. അതൊക്കെ മാറണം. മാറാതെ നാളെ നമ്മൾ വലിയൊരു ടീമിനെ നയിക്കണമെങ്കിൽ നമ്മളുടെ മാറ്റങ്ങളല്ലേ നമ്മളെ നയിക്കുന്നത്. ഞാൻ വന്ന സമയത്ത് എന്റെ കപ്പാസിറ്റി ഇത്ര ഉണ്ടായിരുന്നു. ഇത് ചിലപ്പോൾ ഇത്ര 6 ലിറ്ററാണ്, ഇത്ര 250 400 പക്ഷെ എന്റെ ടീമിന്റെ കപ്പാസിറ്റി, കമ്പനെ നയിക്കണേ എന്റെ കപ്പാസിറ്റി 10 ലിറ്റർ ആവണമെങ്കിൽ ഞാൻ അത്രയും വലുതാകണ്ടേ. ഈ കുപ്പിക്കകത്ത് ഇത്രേ വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ, എത്രയൊക്കെ ശ്രമിച്ചാൽ ഇത്രേ വെള്ളം ഉള്ളൂ. അപ്പൊ ഇതുപോലെയാണ് നിങ്ങളുടെയൊക്കെ കപ്പാസിറ്റി, എന്റെയൊക്കെ കപ്പാസിറ്റി. ഇത് നമ്മൾ വലുതാക്കണം. അതിനുവേണ്ടി നമ്മൾ മാറണം. അതിനാണ് നമ്മൾ ഐഫ്ലേസ് അറ്റൻഡ് ചെയ്യണം. അപ്പൊ ഐഫ്ലേസിൽ മാറി തിരിഞ്ഞ് എല്ലാവരും പറയുന്ന ഒരേ കാര്യമാണ്, സത്യമാണ്. ഞാനും പറയുന്ന ഒരേ കാര്യമാണ്. പക്ഷെ ആ കാര്യം റെഗുലർ ആയിട്ട് നിങ്ങളുടെ തലയിൽ കയറുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ചിന്തകളും നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവുന്ന മാറ്റങ്ങൾ നിങ്ങൾ പോലും അറിയുന്നില്ല. മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാല്, നിങ്ങൾ തന്നെ എത്ര പേര് രാവിലെ കൃത്യമായിട്ട് കയറുന്ന എത്ര പേര് ഒരു വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് എന്തുകൊണ്ട് നിങ്ങൾ ഇരുന്നുകൂടാ? ഒരു ലീഡറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന അതല്ലേ. ഞാൻ എല്ലാ സെഷനും കഴിയുന്നത്ര സെഷൻ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. നിങ്ങളൊക്കെ പറയുന്ന ഓരോ വാചകങ്ങളും ഞാൻ തിരിച്ചു പറയാം. ഞാൻ ഈ സെഷൻ കഴിയുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്ന സമയം കൊടുക്കുക, അത് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. ചോദിച്ചു നോക്കുക. കാരണം വെച്ചാല് ചില കാര്യങ്ങൾ ഞാൻ ഇന്നലെ ഇപ്പൊ പറഞ്ഞില്ല, ഇവിടെ ഉസ്താദ് പറഞ്ഞ കഥ പറഞ്ഞില്ല, അതുപോലെ പല ആൾക്കാരും പറഞ്ഞ സെന്റൻസ് എനിക്കും ചിലപ്പോൾ നാളെ പ്രയോജനപ്പെടും. കാരണം നമ്മളും ഇമ്പ്രൂവ് ചെയ്യേണ്ട ആൾക്കാരല്ലേ. എല്ലാവരും ഇമ്പ്രൂവ് ചെയ്യണം. തികഞ്ഞ ആൾക്കാർ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? അപ്പൊ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്നും പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ എല്ലാ കാര്യവും മാറണം. എല്ലാ കാര്യങ്ങളും അടുത്ത ലെവലിലേക്ക് മാറണം. വില്ലിംഗ്നെസ് ടു ചേഞ്ച്. 3 പവർഫുൾ ഡ്രീം. ടീമിലുള്ള ഏറ്റവും വലിയ ഡ്രീമർ നിങ്ങളായിരിക്കണം. നിങ്ങളുടെ ടീമിലെ ഏറ്റവും വലിയ ഡ്രീമർ നിങ്ങളായിരിക്കണം. നിങ്ങളുടെ ടീമിലെ ഏറ്റവും വലിയ, അതിന്റെ അപ്പുറത്തേക്ക് വലിയ സ്വപ്നം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ വലിയ എയർക്രാഫ്റ്റ് വരെ പിടിച്ചിട്ടത്. ഇപ്പൊ തൽക്കാലം ഇതിനകത്തുള്ള ഒരാൾക്ക് അത്രയും കട്സില്ലെന്ന് എനിക്കറിയാം. നമ്മൾ അതിന്റെ പുറകെ പോകുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഉറപ്പായിട്ട് പറയാം, ഡ്രീം പവർഫുൾ ആയിട്ടുള്ള ഒരാള് അവരുടെ പുറകെ 100 കണക്കിന് ആൾക്കാരുണ്ട്. പവർഫുൾ ഡ്രീമേഴ്സിനോട് എപ്പോഴും ആൾക്കാരുണ്ട്. അത് എന്ത് കാര്യമായിക്കോട്ടെ. അതിപ്പോ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ പൊട്ടിക്കുന്ന ആളുടെ ഡ്രീം ആയിരുന്നു, അതിന് വില്ലാണ്ടിനോട് ആൾ നിന്നു. ശരിയല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തെറ്റാണ്, അത് ചെയ്ത പോകൃത്തരാണ്. പക്ഷെ അയാളുടെ കൂടെ ആളുണ്ടായിരുന്നു നിൽക്കാൻ. ഡ്രീമിന്റെ കൂടെ നിൽക്കാൻ ആളുണ്ടായിരുന്നു. ഡ്രീമിന്റെ കൂടെ, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പവർഫുൾ ഡ്രീംസിന്റെ കൂടെ നിൽക്കാൻ ആളുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇല്ലാത്തത് ആരുടെ കുഴപ്പമാണ്? നിങ്ങളുടെ തന്നെ കുഴപ്പമില്ല. അപ്പൊ ഡ്രീം ഉണ്ടാകും. കഥ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ആൾക്കാർക്ക് മനസ്സിലാവണം. ഡ്രീം ഉണ്ടാകുന്ന മനസ്സിലാവണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദെൻ നല്ലൊരു ടീം പ്ലെയർ ആയിരിക്കണം. യു ഷുഡ് ബി എ ടീം പ്ലെയർ. എന്ന് പറഞ്ഞാൽ ടീമിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണ്. ഞാൻ മരിക്കുക എന്ന് പറഞ്ഞ ഉദ്ദേശം, ഞാൻ ടീം ഉണ്ടെങ്കിലേ നിങ്ങളുള്ളൂ, ടീം ഉണ്ടെങ്കിലേ ഞാനുള്ളൂ. എനിക്ക് മാത്രമായിട്ടൊരു സാധനം ഇതിനകത്തില്ല, നിങ്ങൾക്ക് മാത്രമായിട്ടൊരു സാധനം ഇതിനകത്തില്ല. നമുക്ക് വേണ്ടി കളിക്കാൻ പോയാൽ നമ്മൾ എങ്ങും എത്തില്ല. ഈ ഒരു ടീം വിജയിക്കണം. അതിനുവേണ്ടി ഈ ടീമിന് ഈ ആഴ്ച എനിക്ക് ഇത്ര അച്ചീവ് ചെയ്യണം. ഈ ടീം ഏറ്റവും നല്ല ടീം ആയിരിക്കണം. നമ്മുടെ ടീമിൽ ഒരു ചെറിയ കോൺടെസ്റ്റ് ഉണ്ട്, അതിനകത്ത് ഏറ്റവും കൂടുതൽ അച്ചീവ് ചെയ്യണം. അല്ലെങ്കിൽ എന്റെ ടീമിനകത്ത് ഒരു ഗ്രോത്ത് ഉണ്ടാകണം. അതിനുവേണ്ടി ഒരു സംഭവം ഉണ്ടാക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ലെവലിലേക്ക് നമ്മളൊരു തീരുമാനം എടുക്കും. ടീമാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഓരോരുത്തരുടെ ടീമിനകത്ത് നിങ്ങൾ അപ്ലൈൻ STC തുടങ്ങുന്ന ടീം ഉണ്ടാവും, NDC ഉണ്ടാവും, ഏതൊരു ടീം നിങ്ങൾ എല്ലാ ടീമും സക്സസ് ബറി ഒരു വലിയ ടീമാണ്. അതിന്റെ കൂടെ അതിന്റെ ഒരു 100% ടീം പ്ലെയർ ആയിരിക്കണം. ഓൾവേസ് എക്സൈറ്റഡ്, എപ്പോഴും എക്സൈറ്റഡ് ആയിരിക്കണം. എക്സൈറ്റ്മെന്റ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്കിപ്പോ വളരെ വിഷമമുള്ള ഒരു സമയമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷമമുള്ള സമയം. ആ സമയം നിങ്ങൾ വിഷമിച്ചിരിക്കും, നാച്ചുറൽ ആണ് മനുഷ്യന്. പക്ഷെ ആ വിഷമത്തിൽ നിങ്ങൾ തന്നെ പോസിറ്റീവായിട്ട് ഇതൊക്കെ മാറും എന്ന് പറഞ്ഞ് പോസിറ്റീവായിട്ട് നിങ്ങൾ എക്സൈറ്റഡ് ആകാൻ മനഃപൂർവ്വം അങ്ങ് തീരുമാനിച്ചാൽ കുറെ കഴിയുമ്പോൾ വിഷമം തന്നെ അങ്ങ് ഇല്ലാതെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് കാര്യവും ജീവിതത്തിൽ ഒരു പരിഹാരമുണ്ട്. ഒരു സൊല്യൂഷൻ ഇല്ലാത്ത ഒന്നുമില്ല. നിങ്ങൾ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടെമ്പററി സിറ്റുവേഷൻ ആണ്. ദാറ്റ് വിൽ ചേഞ്ച്, അത് മാറും. പക്ഷെ നമ്മൾ എക്സൈറ്റഡ് അല്ലെങ്കിൽ ഒന്നും നടക്കില്ല. കാരണം എന്റെ കൂടെ ആൾക്കാർ നിങ്ങളെ എക്സൈറ്റഡ് ആണ്. കാരണം മനുഷ്യന് നമ്മളോട് നിൽക്കാൻ തന്നെ സമയമില്ല. അവർ 100 കൂട്ടം പരിപാടികളുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ തന്നെ അവന്റെ അടുത്ത് നമ്മുടെ കഥനകത്ത് പറഞ്ഞിട്ട് എന്തുണ്ടാവുക? നമ്മൾ എക്സൈറ്റഡ് അല്ലെങ്കിൽ ആരെ ഉണ്ടാവുക നമ്മളിവിടെ? ഇപ്പൊ നമ്മളെപ്പോഴും നിങ്ങളൊരു ഡൗൺലൈനിന്റെ കൂടെ നിൽക്കുമ്പോഴോ നിങ്ങൾ ആരെങ്കിലും കാണുമ്പോൾ, ഡൗൺലൈൻ ആയിക്കോട്ടെ, പ്രോസ്പെക്ട് ആയിക്കോട്ടെ, അപ്ലൈൻ ആയിക്കോട്ടെ, വലിയ വലിയ സ്വപ്നങ്ങളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും മാത്രം കൂടുതൽ സംസാരിക്കാം. അല്ലാതെ നിങ്ങൾ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ള വേദി ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് സിനിമാ ഫീൽഡിൽ നടന്ന കുറെ അക്രമങ്ങൾ, നിങ്ങൾ അതിനെ പ്രതികരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഞാനൊരു സിനിമ എടുക്കാൻ പോകുന്നില്ല, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. എവിടെ അക്രമങ്ങളൊക്കെ ഉണ്ടാവും.
അവ ചെയ്യേണ്ടവർ ചെയ്തോളൂ. അറിഞ്ഞു, ശരി, മനസ്സിലാക്കി, ഇത്രേ ഉള്ളൂ. ഇനി അതിന്റെ ആൻസർ എന്താന്ന് നോക്കി നമ്മൾ പോയിട്ട് എന്ത് ചെയ്യാനായിട്ടാ? ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്തു തീർക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് ചെയ്ത് തീർത്താൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ സക്സസ്ഫുൾ ആയി. അതെല്ലാം മാറ്റി വെച്ചിട്ട് വേറെ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുക, എന്നിട്ട് പിന്നെ ഡൗൺലൈനെ അപ്ലൈനെ കളിയാക്കുക, കുറ്റപ്പെടുത്തുക, പല കാര്യങ്ങളും നടക്കും. അതൊക്കെ നടന്നോട്ടെ, അതിന്റെ ഓരോ വശത്ത് നടന്നു. നമ്മൾ ഇതിലൂടെ പോകണം. 100% ഫോളോവർ ആകുക സക്സസ്ഫുളുടെ. 100% ഫോളോവർ ഓഫ് SPG സിസ്റ്റം. അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അത് ചെയ്താൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ നാളെ നേട്ടങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ ടീമിൽ വരുമ്പോൾ നിങ്ങളുടെ ബിസിനസ് സ്റ്റേബിൾ ആവും, സസ്റ്റൈനബിൾ ആവും, വരുമാനം ഉണ്ടാവും. അത് മനസ്സിലാക്കും. ദെൻ വലിയൊരു കാര്യം, ഇച്ചിരി ബോൾഡായിട്ട് എഴുതിയിരിക്കുന്ന സബ്മിഷൻ. അതായത് നിങ്ങളെല്ലാം തികഞ്ഞു എന്നുള്ള സംഭവം ഒഴിവാക്കുക. നിങ്ങൾ ആരെങ്കിലും ഒരാള് നിങ്ങൾ പറയുന്ന അനുസരിച്ച് മാത്രം മുന്നോട്ട് പോകാൻ തീരുമാനിക്കുക. ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ അത് മെന്ററാണ്. ഓരോ കാര്യത്തിനും ഓരോ മെന്ററുള്ള ആൾക്കാരുണ്ട്. അത് ശരിയല്ല. ഒരു മെന്റർ നിങ്ങൾ ഞാൻ അദ്ദേഹം പറയുന്ന അപ്പുറത്തേക്ക് പോവുകയോ തീരുമാനം എടുത്താൽ വളരെ സിമ്പിളാണ്. നമ്മുടെ ദേഷ്യം വന്നാൽ പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുമ്പോൾ അതേ ആൾ പറയാം, ഞാൻ അങ്ങനെ മൂവിനെ വിളിച്ച് പറയും, മൂവി പറഞ്ഞ ഞങ്ങൾ കേൾക്കുമല്ലോ എന്ന് പറയുന്ന അവസ്ഥയെത്തും. സീരിയസ്ലി പറഞ്ഞ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ. കാരണം എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഞാൻ മുബീനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഞാൻ പറഞ്ഞാൽ കേൾക്കുകയല്ലോ. കാരണം വെച്ചാല് ആൾക്ക് 100% ഉറപ്പാണ്. മുബീൻ സാറ് പറയാണ് നിങ്ങൾ മലയാട്ടായി വിട്ടേക്കാൻ പറഞ്ഞ് വിട്ടു, അത്ര വിട്ടു. അങ്ങനെ 1-2 സന്ദർഭം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതോട് ചോദിച്ചാൽ മനസ്സിലാവും. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങനെ 100% ഒരാൾ പറയുന്ന കേൾക്കുന്ന സമയത്താണ് നമുക്ക് ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റുക. നമ്മൾ തന്നെ തീരുമാനം. എന്റെ ജീവിതത്തിൽ എല്ലാ കാര്യവും ഞാൻ തന്നെ എടുക്കുന്ന സമയത്ത് എന്തുമാത്രം പ്രഷർ ആയിരിക്കും നമുക്ക്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ കറണ്ട് ബില്ലടക്കം അങ്ങനത്തെ കാര്യങ്ങളല്ല, ബിസിനസിന്റെ കാര്യങ്ങളും അവസാനങ്ങളും ഒക്കെ തന്നെ ഇതൊക്കെ നമ്മൾ ചെയ്യണം. വില്ലിംഗ്നെസ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ എന്തുമാത്രം തയ്യാറാണ്? ഉത്തരവാദിത്തം, ലീഡർഷിപ്പിന്റെ ഡെഫിനിഷൻ രണ്ടെണ്ണമാണ്. ലീഡർഷിപ്പ് ഈക്വൽ ടു ഇൻഫ്ലുവൻസ്, ലീഡർഷിപ്പ് ഈക്വൽ ടു റെസ്പോൺസിബിലിറ്റി. ഇൻഫ്ലുവൻസ്, നിങ്ങൾക്ക് എന്തുമാത്രം ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് എന്തുമാത്രം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കും. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ നിങ്ങൾ ഒരിക്കലും ഒരു ലീഡറായിട്ട് മാറില്ല എന്നുള്ളത് മനസ്സിലാക്കും. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ നിങ്ങൾ ശരിക്കും ഒരിക്കലും ലീഡറായിട്ട് മാറില്ല. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. അത് ഉത്തരവാദിത്തങ്ങളെല്ലാം അപ്ലൈനുള്ളതാണ്. ഉത്തരവാദിത്തം ഇല്ലാത്ത കഥകളെല്ലാം പറയാൻ ഞാനുണ്ട്, ട്രെയിനിങ് എടുക്കാൻ ഞാനുണ്ട്. ചില ആൾക്കാർ ട്രെയിനർ ആകുക എന്നുള്ള ലക്ഷ്യം മാറ്റി വെക്കും. ലീഡർ ആകുക എന്നുള്ള ലക്ഷ്യം വെക്കും. ട്രെയിനറും ലീഡറും രണ്ടാണ്. ട്രെയിനർ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. ലീഡർ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ചെയ്യുന്ന ആളാണ്. ആൾക്കാരെ കൊണ്ട് ബോധപൂർവ്വം അവർ തീരുമാനം എടുത്ത് ചെയ്യിപ്പിക്കുന്ന ആളാണ് ലീഡർ. നിങ്ങൾ കുറെ സംസാരിച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ. ലീഡർ ആണെങ്കിൽ ചെയ്യാൻ ആളുണ്ടാവണം, പുറകെ നിൽക്കാൻ ആളുണ്ടാവണം. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ വില്ലിംഗ്നെസ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി, അത് പ്രധാനപ്പെട്ട കാര്യം. ഈ ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരെ തപ്പുന്ന ആൾക്കാരായിരിക്കണം. പക്ഷെ ആദ്യം നമ്മൾ ഇത് ഫോളോ ചെയ്യണം. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്റെ കൂടെ ആൾ നിൽക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവും. ജീവിതത്തിൽ എല്ലാ ദിവസവും എല്ലാ ഗ്യാപ്പും ഉണ്ടാവും. അത് സത്യമാണ്. പക്ഷെ അതിനെ പോസിറ്റീവായിട്ട് കാണുക, അതിനെ പോസിറ്റീവായിട്ട് നല്ല ഔട്ട്കം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക. അതുപോലെ നമ്മുടെ ബിസിനസ്സിന് വേണ്ടി മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകുക, വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവുക, ടീം പ്ലെയർ ആകുക, എപ്പോഴും എക്സൈറ്റഡ് ആയിരിക്കുക. ഡേ ഇൻ ഡേ ഔട്ട് യു ആർ ഓൾവേസ് എക്സൈറ്റഡ്. 100% SPG സിസ്റ്റം ഫോളോ ചെയ്യുക, 100% സബ്മിഷനോട് വർക്ക് ചെയ്യുക, വില്ലിംഗ്നെസ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങൾ റെഡിയാണോ? ഇത് മാത്രമേ ചോദ്യമുള്ളൂ. കാരണം നിങ്ങളൊരു മൊമെന്റം ക്രിയേറ്റർ ആകണമെങ്കിൽ ഇത് 146ാമത്തെ മാസത്തിന്റെ തുടക്കമാണ്, അല്ലെ? 146ാമത്തെ മാസമല്ലേ ഇത്? ഞാൻ വിശ്വസിക്കുന്നു. മാസത്തിന്റെ നമ്പർ മാറിപ്പോയെങ്കിൽ ക്ഷമിക്കാം. അത് ഞാൻ 146 147 നമ്മൾ എണ്ണാറില്ല. അങ്ങനെയാണ് എന്റെ മനസ്സിലിരിക്കുന്നത്. പക്ഷെ നല്ലൊരു മാസത്തിന്റെ തുടക്കമാണ്, 146 month. ഓക്കെ, ഇന്ന് ഇതിന്റെ ഫസ്റ്റ് ഡേ. കഴിഞ്ഞ മാസത്തെ ബിസിനസ് നിങ്ങൾക്ക് അറിയാം. നല്ല ബിസിനസ് ചെയ്ത് ഒത്തിരി പേരുണ്ട്. ഐ ആം റിയലി അപ്രീഷിയേറ്റിംഗ് ഓൾ ഓഫ് യു. നിങ്ങൾ അതിനേക്കാളും ഒരു 25% ബെറ്റർ ആക്കാൻ ഈ മാസം എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ? ഏറ്റവും പോട്ടെ നിങ്ങൾ TC ആണെങ്കിൽ 100% ബെറ്റർ. കഴിഞ്ഞ മാസം എനിക്ക് 20,000 PV ഉണ്ടായതുണ്ടെങ്കിൽ അത് ഞാൻ 40,000 ആക്കും എന്തുകൊണ്ട് തീരുമാനിച്ചുകൂടാ? ആ തീരുമാനമാണ് തുടക്കം. ഈ തീരുമാനം എടുക്കാൻ പറ്റാത്തവൻ ഒരിക്കലും തുടങ്ങില്ല. നമ്മൾ തീരുമാനം എടുത്ത് അതിന്റെ പുറകെ പോവാണ്. അല്ലാതെ വരുന്നിടത്ത് വെച്ച് കാണും. ഞാൻ കുറെ പണിയെടുക്കാൻ തീരുമാനിച്ചു, വരുന്നിടത്ത് വെച്ച് കാണും. ഗോൾ പോസ്റ്റ് ഇല്ലാതെ ഫുട്ബോൾ കളിച്ച് എന്തായിരിക്കും ഉണ്ടാവുക? കുറെ തട്ടിക്കൊണ്ടിരിക്കാവുന്നല്ലേ ഉള്ളൂ. അതുപോലെ നിങ്ങൾ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാലുകൊണ്ട് പന്ത് കളിച്ചോണ്ടിരിക്കുകയാണ്. ഗോൾ പോസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് എങ്ങോട്ടാ പോയി അടിക്കണ്ടെന്ന് അറിയത്തില്ല, അങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ്. ഭയങ്കര പണിയാണ്, ഭയങ്കര വർക്കാണ്. വർക്ക് കഴിഞ്ഞിട്ട് നേരെയില്ല. അതുകൊണ്ട് കാര്യമില്ല. ഞാൻ ഈ ആഴ്ചയിൽ ഞാൻ കഴിഞ്ഞ മാസത്തിൽ ലാസ്റ്റ് ആഴ്ചക്കാളും കൂടുതൽ ബെറ്റർ ഉണ്ടാകും. ഈ മാസം കഴിഞ്ഞ 4 മാസത്തെക്കാളും ബെറ്റർ ബിസിനസ് ഉണ്ടാകും. തീരുമാനം നിങ്ങൾ എടുക്കണം. അപ്പൊ എടുക്കുമ്പോഴേ നിങ്ങൾ ഉണ്ടാവുള്ളൂ. സോ കോൺട്രിബ്യൂട്ട് മാക്സിമം ടൈം. ഇന്ന് മുതൽ നിങ്ങൾ ഈ ബിസിനസിന് വേണ്ടി മാക്സിമം സമയം ചെലവഴിക്കുക. അല്ലാതെ എല്ലാ പരിപാടികളും
കഴിഞ്ഞിട്ട് ഈ ബിസിനസ്സിന് സമയം കണ്ടെത്തരുത്. ഇത് ഓണക്കാലമാണ്. ഓണമാകുമ്പോൾ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ട, ഓണക്കാലം നമ്മുടെ ബിസിനസ്സിന് പറ്റിയ സമയമാണ്. എല്ലാവരും എക്സൈറ്റഡ് ആണ്. നമ്മൾ അവരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ, പ്രൊഡക്റ്റ് മേടിപ്പിച്ചില്ലെങ്കിൽ, ബിസിനസ് ജോയിൻ ചെയ്യിപ്പിച്ചില്ലെങ്കിൽ അത് തുണിക്കടക്കാരനും ടി വി കടക്കാരനും സ്വർണ്ണക്കടക്കാരനും ഒക്കെ കൊണ്ടുപോകട്ടെ. പക്ഷെ നമുക്ക് നമ്മുടേതായുള്ള ആക്ടിവിറ്റി ഉണ്ടാകണം. അപ്പൊ നമ്മളിപ്പോ ഓണത്തിന് 10 ദിവസത്തേക്ക് നമ്മൾ മാറി നിൽക്കുകയാണ്. ബിസിനസ്സിന് ലീവ് എടുക്കാമെന്ന് നിങ്ങൾ എപ്പോ എത്തിയാണ്? ഓണമൊക്കെ സൈഡിൽ നടന്നോളും. എത്രയോ ഓണത്തിന് നമ്മൾ ബിസിനസ്സിന് ഇറങ്ങിയിട്ടുണ്ട്. തിരുവോണത്തിന്റെ പ്ലാൻ കാണിക്കാൻ പോകുന്നത് തിരുവോണത്തിന്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാം ബിസിനസ്സിന് വേണ്ടി അങ്ങ് മാറ്റി വെച്ചാൽ എല്ലാം ഇതിന്റെ ലൈനിൽ വന്നു. അല്ലാതെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഓണത്തിന്റെ സമയം മുഴുവൻ ഈ ബിസിനസ്സിനകത്തേക്ക് നല്ലൊരു എനർജി ഉള്ള സമയമാണ്. എയറിൽ എപ്പോഴും പോസിറ്റിവിറ്റി ഉള്ള സമയമാണ്. അത് മാക്സിമം ഉപയോഗപ്പെടുത്തുക. 4 മാസം കൊണ്ട് നിങ്ങളുടെ ബിസിനസ് മാറാനുള്ള വലിയൊരു സംഭവമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ലെറ്റ്സ് പ്രിപ്പയർ ഫോർ ഡിസംബർ നമ്മുടെ ബർത്ത്ഡേ വരാൻ പോവാണ്. നമ്മുടെ വലിയൊരു ഇവന്റ് വരാൻ പോവാണ്. അതിന്റെ സമയം ഒത്തിരി അനൗൺസ്മെന്റ് അടുത്ത 5 ദിവസങ്ങൾ വരും. ഈ അനൗൺസ്മെന്റ് വരുമോ ഇല്ലയോ എന്നുള്ളതല്ല, ഡിസംബർ 7 നിങ്ങളുടെ ജീവിതത്തില് എന്തൊക്കെ മാറ്റങ്ങൾ ഡിസംബർ 7 വരെ ഉണ്ടാക്കാമെന്ന് തീരുമാനിക്കുക. ഡിസംബർ 7 വരെ ഏകദേശം 110 ദിവസം 108 ദിവസം ഉണ്ടാവും. ആ 108 ദിവസം 100 ദിവസം കൂട്ടിക്കിട്ടും. ആ 100 ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിനകത്ത് എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ടീമിൽ ഉണ്ടാക്കാം, എന്തൊക്കെ അച്ചീവ്മെന്റ്സ് പേഴ്സണലി ഉണ്ടാക്കാം, എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് നിങ്ങൾ ചെല്ലാം. ഒരു പുതിയ മനുഷ്യനായിട്ട് നല്ലൊരു ടീമുമായിട്ട് എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു ടീമായിട്ട് അവിടെ എത്താൻ പറ്റുന്ന തീരുമാനം എടുത്താൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം ഇതേ ഉള്ളൂ, നിങ്ങളുടെ ജീവിതമാണ്, മറ്റൊരാളുടെ ജീവിതമല്ല, നിങ്ങളുടെ സ്വന്തം ജീവിതമാണ്. നിങ്ങൾ എങ്ങനെയാണ് എക്സൈറ്റ്മെന്റോട് വർക്ക് ചെയ്യുന്നത് അത്രയും വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. രാവിലത്തെ ഹൈ ഫ്ലയേഴ്സ് മീറ്റ് റീഇഗ്നൈറ്റ് വളരെ ശക്തമായിട്ട് പ്രൊമോട്ട് ചെയ്യുക. അടുത്ത തിങ്കളാഴ്ച ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് ഉണ്ടാവത്തില്ല, ചൊവ്വാഴ്ച ഉണ്ടാകും റീഇഗ്നൈറ്റ്. അതിനകത്ത് മാക്സിമം ആൾക്കാരെ പങ്കെടുപ്പിക്കുക. 500 ഒക്കെ അല്ലേ, 750-800 പേര് കയറുന്ന സമയം കഴിഞ്ഞു. നിങ്ങളുടെ ഓരോരുത്തരുടെ എഫേർട്ട് അതിനകത്ത് ഇനിയും കൂടേണ്ടതുണ്ട്. അതിനകത്ത് മിനിമം ഒരു 700 പേരെങ്കിലും കയറുന്ന ലെവലിലേക്ക് വരാൻ നിങ്ങൾ എത്ര പേരെ രാവിലെ വിളിച്ചു കയറ്റുന്നുണ്ട്? വാട്സപ്പിൽ ഫോർവേഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ തുറന്നിരിക്കുക. 2 കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ടീമിൽ 500 കഴിയുന്ന അന്നേ ഞാൻ ഈ സാധനം അനൗൺസ് ചെയ്യുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യത്തില്ല. നമുക്കിപ്പോ ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെല്ലാവരുടെയും കൂടെ ജീവിതമാണ്. നമ്മളെല്ലാവരും ഒരേ തീരുമാനം ഉത്തരവാദിത്തം എടുക്കണം. സോ രാവിലത്തെ മീറ്റിംഗ് 500 എത്തിക്കുക എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഷെയർ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, രാവിലെ മീറ്റിംഗിൽ കഴിയുന്നത്ര ആൾക്കാർ ബിസിനസ്സിൽ പ്രത്യേകിച്ചും ഇതൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്തിരിക്കുക. രാവിലെ കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് മനസ്സിലാകണം. അതുപോലെ തന്നെ നിങ്ങളുടെ ടീമിൽ നിന്നുള്ള കീ ആകുമ്പോൾ എല്ലാവരും കയറുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അവരോടും ബിസിനസ്സിനകത്ത് ഓൺ ചെയ്ത് വെക്കാൻ പറ്റുന്നത്ര ആൾക്കാർ കൊണ്ട് ചെയ്യിപ്പിക്കുക. നമ്മൾ ലീഡേഴ്സ് ആണ്, നമ്മൾ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു കൊടുക്കണം. ഈ മാസം 146 ഈ മാസം ഏതാണെന്ന് വെച്ചാൽ അതിനകത്ത് വെച്ചിട്ട് നിങ്ങൾ മാക്സിമം റിസൾട്ട് ക്രിയേറ്റ് ചെയ്യണം. ടീമിനകത്ത് ഒരു വലിയ മാസമായിട്ട് ഇത് മാറട്ടെ. നമ്മൾ എല്ലാവരും കൂടെ ഉണ്ടാവും. എല്ലാവർക്കും ഈ മാസത്തിന്റെ ആശംസകൾ നേരുവാണ്. വലിയ വലിയ ഗ്രോത്ത് ഉണ്ടാക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. See you as a winner in very day. See you as a very big achiever very soon. God bless you. Bye bye. വെറിയുടെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആയിരിക്കും രണ്ടോളം നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ ഇതൊക്കെ ഉള്ളൂ. അതുകൊണ്ട് വളരെ ആഘോഷമായിട്ട് എല്ലാവരും ഇപ്പോഴെ തന്നെ മൈൻഡിൽ സെറ്റ് ചെയ്യുക. അനൗൺസ് ചെയ്യട്ടെ.